വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സൽ ലൈവ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാർച്ച് 20th 2025 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേമാതിരി തന്നെ കീമിൻ്റെ ക്രാഷ് ബാച്ചുകൾ 27th മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യുക, 2 വർഷം പ്ലസ് അല്ലേ, 2 വർഷം +1ഉം +2ഉം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീറ്റ് അല്ലെങ്കിൽ JEE ആണ് നിങ്ങളെ ഡ്രീം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് 1 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +1 +2 കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൻട്രൻസ് കോച്ചിങ്ങോടുകൂടി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സലിലെ പബ്ലിക് സ്കൂൾ, ദാറ്റ് ഈസ് നിങ്ങൾക്ക് +1 +2ൻ്റെ കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങോടുകൂടി നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻ്റഗ്രേറ്റഡ് പബ്ലിക് സ്കൂളുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതേമാതിരി തന്നെ നിങ്ങൾ വേറെ സ്കൂളിൽ പോയി ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള +1 +2 ഹോളിഡേ ബാച്ചുകളുണ്ട്. ഇനി നിങ്ങളൊരു JEE ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തുണ്ട്, ഓൺലൈൻ JEE ബാച്ചുകളുണ്ട്. ഇനി നിങ്ങൾക്ക് പബ്ലിക് സ്കൂൾക്കും വേറെ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടുവാൻ വേണ്ടി യൂണിവേഴ്സൽ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യുക, 2 ഏപ്രിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സാം നിങ്ങൾ വന്ന് എഴുതുകയും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ നല്ല സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, നമുക്ക് കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റർ ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ കാര്യമായി പഠിക്കുക. അതിൽ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അതിലൊരു ടൈപ്പ് റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ്റെ എക്സാമ്പിൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ഇതിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി, ഇതൊക്കെ എന്ത് ചെയ്യുക, ദീസ് ഓൾ ആർ ഇൻവോൾവിങ് ഇൻ ദ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഒന്നും വേണ്ട, നമ്മൾ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ അത് എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ അത് ഡാർക്കൻ ചെയ്യുന്ന കാണാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ടൈപ്പാണ് റിഡോക്സ് റിയാക്ഷൻസ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഓക്സിഡേഷൻ ഉണ്ടായാൽ അവിടെ എന്ത് തന്നെ ഉണ്ടാകും, റിഡക്ഷനും ഉണ്ടാകും. ദാറ്റ് ഈസ് wherever there is oxidation there is always reduction എന്ന് വെച്ചാൽ നമുക്ക് ഓക്സിഡേഷൻ ഉണ്ടെങ്കിൽ റിഡക്ഷനും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഹൈഡ്രജൻ എക്കണോമി, ദാറ്റ് ഈസ് ലിക്വിഡ് ഹൈഡ്രജൻ നമ്മളൊരു ഫ്യൂലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേമാതിരി ഓസോൺ ഹോൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് റിഡോക്സ് ഫിനോമിന അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷനിൽ കീഴിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് റിഡോക്സ് റിയാക്ഷൻ പഠിക്കുമ്പോൾ എന്താണ് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാൻ വ്യത്യസ്തമായ തിയറികൾ വന്നിരുന്നു. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് കോൺസെപ്റ്റാണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ക്ലാസിക്കൽ കോൺസെപ്റ്റിന് കുറച്ച് ഡിമെറിറ്റ്സ് ഉള്ളത് കൊണ്ട് പിന്നെ വന്ന കോൺസെപ്റ്റാണ് ഇലക്ട്രോണിക് തിയറി കോൺസെപ്റ്റ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പോകുമ്പോൾ നമ്മൾ കാര്യമായി യൂസ് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുക. ബാക്കി ക്ലാസിക്കൽ കോൺസെപ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ച സംഭവമാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിഡേഷൻ ഈസ് ദ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്, അല്ലേ? അതായത് അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എന്താ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നായിരുന്നു നമ്മൾ ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, അഡീഷൻ ഓഫ് ഓക്സിജൻ അതല്ലെങ്കിൽ ഓക്സിജൻ്റെ മാതിരി സിമിലറായ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് അഡീഷനെയും നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിച്ചിരുന്നു. അതേമാതിരി റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ മാതിരി ഇലക്ട്രോ പോസിറ്റീവായ എലമെൻ്റ് റിമൂവലിനെയും നമ്മൾ എന്ത് വിളിച്ചിരുന്നു, ഓക്സിഡേഷൻ എന്ന് വിളിച്ചിരുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമുക്ക് എന്ത് ചെയ്യുക, അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേ, അഡീഷൻ ഓഫ് ഓക്സിജൻ വെച്ച് പറയുമ്പോൾ ദാറ്റ് ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലേ. അഡീഷൻ ഓഫ് ഓക്സിജൻ വെച്ച് പറയുമ്പോഴുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റും. എന്താണ്, Mg + O2 gives MgO, ഇവിടെ എന്താ, മെഗ്നീഷ്യം ഓക്സിഡൈസ് ചെയ്ത് പോവുകയാണ്. അതേമാതിരി സൾഫർ + O2 gives SO2, ഇവിടെയും എന്ത് ചെയ്യുക, സൾഫർ എന്ത് ചെയ്യുകയാണ്, ഓക്സിഡൈസ് ചെയ്ത് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേമാതിരി ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഹിയർ ഇറ്റ് ഈസ് എന്താണ്, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ് അല്ലേ. ഏതെങ്കിലും ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിളാണ് മെഗ്നീഷ്യം + ഫ്ലോറിൻ, ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ ഫ്ലോറിൻ്റെ അഡീഷനോ സൾഫർ അഡീഷനോ, ഇതൊക്കെ എന്താ, ഇൻ ദീസ് ഓൾ എക്സാമ്പിൾസ് മെഗ്നീഷ്യം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേമാതിരി നമുക്ക് പറയാൻ പറ്റും, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും പറയാൻ പറ്റും, ഇറ്റ് ഈസ് എന്താണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നും പറയാൻ പറ്റും അല്ലേ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ എന്താണ്, ഇവിടെ ഹൈഡ്രജൻ അല്ലേ, H2S എന്ത് ചെയ്യുന്നുണ്ട്, H2S സൾഫറായി മാറുന്നുണ്ട് അല്ലേ. H2S സൾഫറായി മാറുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, H2Sൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് സൾഫറായി മാറുകയാണ്. സോ ദർ ഈസ് ആൻ ഓക്സിഡേഷൻ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതേമാതിരി തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജന് പകരം നമുക്ക് എന്ത് പറയാൻ പറ്റും, റിമൂവൽ ഓഫ് ഇലക്ട്രോ
പോസിറ്റീവ് എലമെൻ്റ് എന്നും പറയാൻ പറ്റും അല്ലേ. നമുക്ക് കാണാൻ പറ്റും ഇവിടെ പൊട്ടാസ്യം അല്ലേ, പിന്നെ എന്താ K4 അല്ലേ, ഈ ഒരു കോമ്പൗണ്ട് ഒരു കോമ്പിനേഷൻ കോമ്പൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 4 പൊട്ടാസ്യത്തിന് ആറ്റം ഉണ്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോൾ ഇത്രയും 3 പൊട്ടാസ്യത്തിന് ആറ്റമായി. ദാറ്റ് ഈസ് ഒരു പൊട്ടാസ്യം ആറ്റം ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റാ. അതുകൊണ്ട് തന്നെ അതെന്താ, ഇറ്റ് ഈസ് ആൾസോ ആൻ ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ ഇത്ര മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ഈ ക്ലാസിക്കൽ കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ഐദർ അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇനി അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, റിഡക്ഷൻ പറയുമ്പോൾ, റിഡക്ഷൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് സിംപ്ലി ഇറ്റ് ഈസ് എ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഒന്നെങ്കിൽ ഓക്സിജൻ റിമൂവലോ അല്ലെങ്കിൽ ഓക്സിജൻ മാതിരി ഇലക്ട്രോ നെഗറ്റീവായ എലമെൻറ്റ് റിമൂവലോ ആവാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജനോ ഹൈഡ്രജന് മാതിരി ഇലക്ട്രോ പോസിറ്റീവായ എലമെൻറ്റും ആവാം. അങ്ങനെയാണ് നമ്മൾ റിഡക്ഷൻ പറയാം. ഓക്കെ, അപ്പോൾ ആ ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് 1-2 എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി പോകാം. ഓക്കെ, എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ കേസിൽ നമ്മൾ കാണുന്നതാണ് ഇവിടെ എന്ത് ചെയ്യുക, HgO അല്ലേ, ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഓക്സിജൻ റിമൂവ് ചെയ്യുമ്പോൾ മെർക്കുറി ആകും. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഓക്സിജൻ, അതും എന്താണ് റിഡക്ഷൻ ആണ്. അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ക്ലോറിൻ അല്ലേ, എന്താണ് നമുക്ക് FeCl3 എന്തായി മാറി, FeCl2 ആയി. അപ്പോൾ എന്താ റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ക്ലോറിൻ, അതും എന്താണ് റിഡക്ഷൻ ആണ്. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ അത് റിഡക്ഷൻ ആണ്. അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ്റെ മാതിരി അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവായ എലമെൻ്റായ ഇത് മെർക്കുറിൻ ആഡ് ചെയ്തു. ദാറ്റ് ഈസ് HgCl2 എന്തായി മാറി, Hg2Cl2 ആയി മാറി. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് എന്ന രീതിയിൽ പറഞ്ഞു പോയതാണ്. നമ്മൾ സാധാരണഗതിയിൽ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റാണ് സാധാരണ നോക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഐഡൻറ്റിഫൈ ദ സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും അണ്ടർഗോ ചെയ്യുന്ന സ്പീഷീസ് ഏതൊക്കെയെന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റ് പോകുമ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുക. ജസ്റ്റ് ക്ലാസിക്കൽ കോൺസെപ്റ്റ് വെച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് H2S ഉണ്ട്, H2S അല്ലേ, H2S ഉണ്ട്, H2S എന്തായി മാറിയിട്ടുണ്ട്, സൾഫറായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ റിമൂവൽ ഓഫ് അല്ലേ, ഇവിടെ H2S എന്തായി മാറിയിട്ടുണ്ട്, സൾഫറായി മാറിയിട്ടുണ്ട്. ദിസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. അപ്പോൾ H2S എന്ത് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അല്ലേ, ഇയാൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തിട്ട് ഇയാൾ എന്ത് അണ്ടർഗോ ചെയ്യും, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ. Cl2 എന്തായി മാറി, HCl ആയി മാറി. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അത് നമ്മൾ എന്ത് വിളിക്കും, റിഡക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, റെഡി അല്ലേ. അതേമാതിരി ഇവിടെ Fe3O4 എന്തായി മാറി, Fe ആയി മാറി. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ഓക്സിജൻ. പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് അല്ലേ, റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എന്താണ്, റിഡക്ഷൻ ആണ്. അതേമാതിരി അലൂമിനിയം എന്തായി മാറി, Al2O3 ആയി. അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഇറ്റ് ഈസ് ഓക്സിഡേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമ്പിൾ ആണ്, ദാറ്റ് ഈസ് 2Na + H2 ഗിവ്സ് എന്താണ് 2NaH അല്ലേ. ഇങ്ങനെ വരുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടാൽ തോന്നും ഇതെന്താണ്, ദിസ് ഈസ് റിഡക്ഷൻ എന്ന് തോന്നും. കാരണം സോഡിയത്തിൻ്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് NaH ആവും. സോഡിയം ഹൈഡ്രേറ്റ് ആകുമ്പോൾ വി വിൽ കൺസിഡർ ദിസ് ആസ് റിഡക്ഷൻ. ഇത് റിഡക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണോ, അല്ല, ദിസ് ഈസ് നോട്ട് റിഡക്ഷൻ, ഇത് റിഡക്ഷൻ അല്ല. ദിസ് ഈസ് എന്താണ്, നമുക്ക് ഇവിടെ അല്ലേ, ഇവിടെ ഹൈഡ്രജൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലേ, സോഡിയം കൺസിഡർ ചെയ്യുമ്പോൾ സോഡിയം ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ്. സോഡിയം ഈസ് മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇയാൾ എന്താ, മോർ ഇലക്ട്രോപോസിറ്റീവാണ്. സോ ഹൈഡ്രജൻ നമ്മൾ ഇവിടെ എന്താക്കി എടുക്കുക, ഹിയർ വി ആർ കൺസിഡറിങ് ഹൈഡ്രജൻ ആസ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഓക്കെ, ഇയാൾ എന്താണ്, സോഡിയം നല്ല രീതിയിൽ ഇലക്ട്രോപോസിറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് അല്ലേ, ആയതുകൊണ്ട് ഹൈഡ്രജൻ എന്താ, ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റാ. ഇങ്ങനെ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതെന്ത് കൺസിഡർ ചെയ്യുക, ദിസ് ഈസ് സോഡിയം ഈസ് കൺസിഡർഡ് അല്ലേ, സോഡിയം ഈസ് കമ്പൈനിങ് വിത്ത് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. സോ ദിസ് ഈസ് ആൻ അഡീഷൻ ഓഫ് അല്ലേ, ഇതെന്താ, ദിസ് ഈസ് ആൻ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ്. അതുകൊണ്ട് ഇത് റിഡക്ഷൻ അല്ല, മറിച്ച് ഇതെന്താണ്, ദിസ് ഈസ് ഓക്സിഡേഷൻ. ഇതൊരു ഓക്സിഡേഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയായിരുന്നു ക്ലാസിക്കൽ കോൺസെപ്റ്റിൻ്റെ ഏറ്റവും വലിയ ഡീമെരിറ്റ്. ദാറ്റ് ഈസ് നമുക്ക് 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കണം ആരാണ് മോർ ഇലക്ട്രോ പോസിറ്റീവ്, ആരാണ് ലെസ് അല്ലേ, മോർ ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ ആരാണ് ഇലക്ട്രോ നെഗറ്റീവ് എന്നൊക്കെ നോക്കണം. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ആംബിഗ്വിറ്റി ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടി ആണ് രണ്ടാമത്തെ തിയറിയായ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പറയുന്ന സമയത്ത്
ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം മിക്ക റിയാക്ഷൻസ് നമുക്കറിയാം ഏത് റിയാക്ഷൻ നടക്കുമ്പോൾ വാലൻസിലുള്ള ഇലക്ട്രോൺസ് ആണ് പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഏതൊരു സ്പീഷീസിനും ഇലക്ട്രോൺ ലോസ് ചെയ്തു പോയാൽ ആ സ്പീഷീസ് എന്ത് അണ്ടർഗോ ചെയ്തു, ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു എന്ന് പറയാൻ പറ്റും. അതേമാതിരി ഏതൊരു സ്പീഷീസ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ ആ സ്പീഷീസ് എന്ത് ചെയ്തു, റിഡക്ഷൻ അണ്ടർഗോ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും ഓക്സിഡേഷൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ബൈ എനി സ്പീഷീസ്. അതേമാതിരി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ എനി സ്പീഷീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേമാതിരി തന്നെ അതായത് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ റിഡ്യൂസിങ് ഏജന്റ് എന്നും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് വിളിക്കും, ഓക്സിഡൈസിങ് ഏജന്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു കോഡാണ്. ജസ്റ്റ് റിമെമ്പർ ദിസ് ആസ് ഓയിൽ റിഗ് അല്ലേ, ഓയിൽ റിഗ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലേ. ഓയിൽ റിഗ് എന്ന് പറയുമ്പോൾ എന്താ, ഓ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഓ ഈസ് ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ ഈസ് എന്താണ്, ഓക്സിഡേഷൻ ഈസ് എന്താണ്, ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്, അതാണ് ഒ എൽ അല്ലേ. അതേമാതിരി നമുക്ക് പറയാൻ പറ്റും ആർ അല്ലേ, റിഡക്ഷൻ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ എന്താ, റിഡക്ഷൻ. റിഡക്ഷൻ ഈസ് എന്താണ്, റിഡക്ഷൻ ഈസ് എന്താണ്, റിഡക്ഷൻ ഈസ് ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ എന്താ, ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഓർത്താൽ മതി അല്ലേ. എങ്ങനെ ഓർത്തിട്ടാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് നമുക്ക് സോഡിയം ഉണ്ട്, സോഡിയത്തിൻ്റെ കയ്യിൽ ഒരു വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോറിൻ ഉണ്ട്, ക്ലോറിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്, 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഇവർ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകുക, NaCl ഉണ്ടാകുക അല്ലേ. അപ്പോൾ ഇങ്ങനെ NaCl ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോൺ സോഡിയം ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തിട്ടാണ് NaCl ഉണ്ടാകുക. അങ്ങനെയാണ് Na+ഉം Cl- ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സോഡിയം ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഇയാൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ക്ലോറിൻ അതേമാതിരി ഇല്ലേ, ക്ലോറിൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും, ദ സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ദാറ്റ് ഈസ് എന്താണ്, ദാറ്റ് ഈസ് സോഡിയം. കാരണം ഇയാൾ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ദാറ്റ് ഈസ് സോഡിയം ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ക്ലോറിനെ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ റിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോഡിയം, അതുകൊണ്ടാണ് അയാൾ നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അതേമാതിരി ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരാ വരിക, ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ആളാണ്, ദാറ്റ് ഈസ് എന്താണ്, ക്ലോറിൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നൊട്ടേഷൻ വൈസ് എഴുതിയതാണ്. ശരിക്കും Cl2 ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ആ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. വളരെ വ്യക്തമായി ഇവിടെ ഒരു പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 2 സോഡിയം ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 2 Na+ഉം 2 Cl- ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സോഡിയം 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കറക്റ്റ് വളരെ വ്യക്തമായി തന്നെ ഇവിടെ പറയാൻ പറ്റും, സോഡിയം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് ക്ലോറിൻ ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ എന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ പറ്റും. അതേമാതിരി ഇവിടെയാണെങ്കിൽ 2Na+O2 gives എന്താ, Na2O. ഇവിടെയും എന്ത് ചെയ്യുക, സോഡിയം 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എന്താണ്, റിഡക്ഷൻ എന്ന് നമുക്ക് വളരെ വ്യക്തമായി ഇവിടെ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2Na+ സൾഫർ ഗിവ്സ് എന്താ, Na2S. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇയാൾ ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഇയാൾ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു 2Na+H2 gives 2NaH അല്ലേ. ഈ റിയാക്ഷൻ എഴുതിയപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ കഴിഞ്ഞോ, ഇല്ല. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഈ റിയാക്ഷൻ നമ്മൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇല്ലേ, 2Na എന്തായി മാറുന്നുണ്ട്, 2Na+ഉം H- ആയി മാറുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താ, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സോഡിയം എന്ത് ചെയ്യുന്നുണ്ട് ഇല്ലേ, സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോണ്, സോഡിയം എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോണ് ലൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് സോഡിയം ലൂസ് 2 ഇലക്ട്രോൺസ് അല്ലേ. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ ഈസ് ഗെയിനിങ് 2 ഇലക്ട്രോൺസ്, ഹൈഡ്രജൻ ഈസ് ഗെയിനിങ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും ഇവിടെ സോഡിയം എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്, റിഡക്ഷൻ അല്ല, മറിച്ച് എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്, സോഡിയം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ലൂസിങ് ഇലക്ട്രോൺസ്. അതേമാതിരി ഹൈഡ്രജൻ ഈസ് അണ്ടർഗോയിങ് എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എന്താണ്, റിഡക്ഷൻ എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചാൽ ഉപയോഗം. വളരെ എളുപ്പമായിരുന്നു.
നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് തിയറി തന്നെ അത്യാവശ്യം നല്ലൊരു തിയറി ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രോണിക് തിയറിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ഒക്കെ അല്ലേ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും, സിങ്ക് റോഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് കാണാൻ പറ്റും ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ബ്ലൂ കളർ ഫെയ്ഡ് ചെയ്ത് പോകാറുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് വെച്ച് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സിങ്ക് റോഡ് എന്ത് ചെയ്യും, ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ഈ സിങ്ക് എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ട് Zn2+ ആയി മാറും. Zn2+ ആയി മാറുമ്പോൾ ഇവർ Zn2+ അല്ലേ, സിങ്ക് Zn2+ ആകുമ്പോൾ സൊല്യൂഷനിലോട്ട് പോകുന്നതാണ്. അതേമാതിരി എന്ത് ചെയ്യും, ആ റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടുത്തെ കോപ്പർ 2+ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, തിരിച്ചും കൂടെ പോയി സിങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ Cu2+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയും ബ്ലൂ കളർ കുറഞ്ഞ് വരികയും ചെയ്യും. അതേമാതിരി സിങ്ക് Zn2+ സിങ്ക് ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും കാണാൻ പറ്റും. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ സിങ്ക് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, റിഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതേമാതിരിയുള്ള എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കോപ്പറും സിൽവറുമായിട്ടുള്ള റിയാക്ഷൻ നോക്കുക അല്ലേ, റിയാക്ഷൻ നോക്കുക. നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോപ്പർ റോഡ് അല്ലേ, നമ്മളൊരു കോപ്പർ റോഡ് എന്ത് ചെയ്തു, ഒരു കോപ്പർ റോഡ് സിൽവർ സൊല്യൂഷനിൽ വെച്ച് നമുക്കറിയാം കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സോ നമുക്ക് എന്ത് കണ്ടും സിൽവർ അല്ലേ കോപ്പർ 2+ ആയിട്ട് ഡിസോൾവ് ചെയ്യുകയും അല്ലേ, കോപ്പർ 2+ ആയിട്ട് ഡിസോൾവ് ചെയ്യുകയും അപ്പോൾ എന്ത് ചെയ്യുന്നു, ബ്ലൂ കളർ ഫോർമേഷൻ അല്ലേ നല്ല രീതിയിൽ ഉണ്ടാവും. ബ്ലൂ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നതായി കാണാൻ പറ്റും. അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, Ag+ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, Ag ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സിൽവർ ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പർ റോഡിന്മേൽ കാണാനും കഴിയും. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോണിക് തിയറിയിൽ നല്ല രീതിയിൽ പോയി. പക്ഷെ നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കോൺസെപ്റ്റായ ദാറ്റ് ഈസ് ദ ഫൈനൽ കോൺസെപ്റ്റായ നമ്മൾ കാര്യമായിട്ട് ഇൻട്രസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്സ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് അക്കോർഡിംഗ് ടു എ സെറ്റ് ഓഫ് റൂൾസ് എന്നാണ് പറയുക അല്ലേ. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കുറച്ച് റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോമ്പൗണ്ടിലെ ഓരോ എലമെൻറ്റിനും നമ്മൾ അസൈൻ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ അസൈൻ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ഇതെങ്ങനെ വരുന്നു നോക്കാം കേട്ടോ. ഫോർ അയോണിക് കോമ്പൗണ്ട്സ്, ഓക്കെ, അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ NaCl അല്ലേ, NaCl നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം NaCl നമുക്ക് അല്ലേ, NaCl നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം NaCl പറയുമ്പോൾ നമുക്ക് പറയാം Na ഈസ് മോന്താമോ അല്ലേ, Na+ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, Cl ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ അയോണിക് കോമ്പൗണ്ട്സിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിയൽ ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ് അല്ലേ. അവരുടെ മുകളിൽ റിയൽ ചാർജ് തന്നെയാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ. ദാറ്റ് ഈസ് സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്, +1 ആണ്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, -1 ആണ്. ഓക്കെ, അപ്പം അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിയൽ ചാർജ് ഓൺ ഇറ്റ്. ഓക്കെ, അവരുടെ മുകളിൽ റിയൽ ചാർജ് തന്നെയാണ് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ എടുക്കാറുള്ളത്. ഇനി അതേമാതിരി നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു HCl ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, HCl ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ പറയും എന്താ, ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. സോ അയാൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ക്ലൗഡിനെ പുൾ ചെയ്യുകയും ഇവിടെ എന്ത് ചെയ്യുക, ഒരു പാർഷ്യൽ നെഗറ്റീവ് ഉണ്ടാവും, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാകുമെന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവ് ചാർജ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യും, ഈ ചാർജ് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഇവിടെ -1ഉം ഇവിടെ +1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ ഈ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈ കോമ്പൗണ്ടിൽ HCl എന്ന കോമ്പൗണ്ടിൽ +1ഉം ക്ലോറിൻ്റെ കേസിൽ -1 ആണ് പറയുക. സോ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്ത് ചെയ്യുക, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയലേ അയാൾ മുകളിൽ റിയൽ ചാർജ് അല്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ട് എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അയാളുടെ മുകളിൽ ഇമാജിനറി ചാർജ് ആണ് നമ്മൾ പറയാറുള്ളത്.
ഇമാജിനറി ചാർജ് ആണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ നമ്മൾ കണ്ടെത്തി ചോദിച്ചാൽ ജസ്റ്റ് ശരിക്കും നമുക്ക് പറയാൻ കഴിയുക അവരുടെ സ്ട്രക്ചർ നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഏത് ഭാഗത്ത് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവായ എലമെൻ്റ് അടുത്തോട്ടാണ് ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവുക അല്ലേ. ദാറ്റ് ഈസ് എന്താ, ഒരു ബോണ്ടിൽ ഇലക്ട്രോൺ എപ്പോഴും എങ്ങോട്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ട് ഉണ്ടാകുക, മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് അടുത്താണ് ഉണ്ടാകുക എന്നൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുക. ഓക്കെ, വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും H2O അല്ലേ. H2Oൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പറയുമ്പോൾ നമ്മളെങ്ങനെ പറയാം, നമ്മൾ ആദ്യം ഇവരെ സ്ട്രക്ചർ വരച്ചു വെക്കുക, OH അല്ലേ. അപ്പോൾ അതിൽ ഓക്സിജനും ഹൈഡ്രജനും എടുത്തു കഴിഞ്ഞാൽ ആരാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഓക്സിജനോടെ ഒരു -1ഉം ഹൈഡ്രജനോടെ +1ഉം കൊടുക്കും അല്ലേ. അതേമാതിരി ഈ ഒരു ബോണ്ട് നോക്കുമ്പോൾ ഇവിടെയും എന്താ OHൽ അല്ലേ ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഓക്സിജൻ ഒരു -1ഉം ഹൈഡ്രജൻ ഒരു +1ഉം കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് +1. എന്നാൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1ഉം ആഡ് ചെയ്താൽ അതെന്തായിരിക്കും -2 ആയിരിക്കും. സോ H2Oയിൽ ഓക്സിജൻ്റെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2ഉം ഹൈഡ്രജൻ്റെ +1ഉം ആയിരിക്കുമെന്ന് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും നമ്മൾ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ സ്ട്രക്ചർ നോക്കിയിട്ടാണ് പറയുക. പക്ഷേ എല്ലാ കോമ്പൗണ്ട്സിൻ്റെ കേസിലും സ്ട്രക്ചർ നോക്കി പറയാനാണ് കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, റൂൾസ് ഫോർ ഓക്സിഡേഷൻ നമ്പേഴ്സ് ആണ് പറയുക. അതിൽ ഫസ്റ്റ് റൂൾ പറഞ്ഞത്, അതായത് നമുക്കൊരു എലമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഫ്രീ സ്റ്റേറ്റിലോ അതല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ ആണെങ്കിൽ ഓക്കെ ആ ആറ്റത്തിന് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്താക്കി എടുക്കാം, 0 ആക്കി എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ H2 ഫ്രീ സ്റ്റേറ്റ് ആണ്, 0 എടുക്കാം. ഓക്സിജൻ O2 0 എടുക്കാം, Cl2 0 എടുക്കാം, O3 0 എടുക്കാം, P4 അല്ലെ ഫോസ്ഫറസ്, സൾഫർ S8, സോഡിയം Na, മെഗ്നീഷ്യം Mg, അലൂമിനിയം Al ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് എന്താക്കി പറയാൻ പറ്റും, 0 ആക്കി പറയാൻ പറ്റും എന്ന് പറയാം. അതേമാതിരി തന്നെ നമുക്ക് സിമ്പിളായ അയോൺസ് ഉണ്ടെങ്കിൽ, സിമ്പിളായ അയോൺസ് അല്ലേ, സിമ്പിൾ കാറ്റയോൺ അല്ലെങ്കിൽ സിമ്പിൾ ആനിയോൺസ് ഉണ്ടെങ്കിൽ കമ്പോസ്ഡ് ഓഫ് ഓൺലി 1 ആറ്റം ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ദ ചാർജ് പ്രസൻറ്റ് ഓൺ ഇറ്റ് എന്ന് വെച്ചാൽ Na+ ആണെങ്കിൽ അല്ലേ, Na+ ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അതേമാതിരി Mg2+ ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ +2 ആണ് അല്ലേ. അതേമാതിരി Al3+ ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. അതേമാതിരി Fe3+ ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. Cl- ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതേമാതിരി O2- ആണെങ്കിൽ അവർ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, -2 ആണ്. N3- ആണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, -3 ആണെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൽക്കലി മെറ്റൽസിനും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയും കേസിൽ നമുക്ക് പറയാൻ പറ്റും. ആൽക്കലി മെറ്റൽസ് ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ 0, അവർ കോമ്പൗണ്ട് ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും ദേ വിൽ ഓൺലി ഷോ +1 ഓക്സിഡേഷൻ നമ്പേഴ്സ്. ദാറ്റ് ഈസ് ആൽക്കലി മെറ്റൽസ് എന്ത് മാത്രമേ കാണിക്കുള്ളൂ, +1 ഓക്സിഡേഷൻ നമ്പറും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ത് മാത്രമേ കാണിക്കുള്ളൂ, +2 ഓക്സിഡേഷൻ നമ്പേഴ്സ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതേമാതിരി അലൂമിനിയം എന്താ കാണിക്കുക, അലൂമിനിയം ഈസ് ഷോയിങ് +3 ഓക്സിഡേഷൻ നമ്പർ അല്ലേ, +3 ഓക്സിഡേഷൻ നമ്പറാണ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കണം. ഇതൊക്കെ ഓർത്ത് വെച്ചാൽ വളരെ സിമ്പിളാണ്, നമുക്ക് സ്ട്രക്ചർ ഒന്നും വരക്കാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് ഹാലജൻസിൻ്റെ കേസിലാണ് അല്ലേ. ഹാലജൻസിൻ്റെ കേസിൽ നമുക്കറിയാം ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ ആണ്. അതുകൊണ്ട് ഫ്ലൂറിൻ എന്ത് മാത്രമേ കാണിക്കുള്ളൂ, ഫ്ലൂറിൻ വിൽ ഓൺലി ഷോ അല്ലേ, ഫ്ലൂറിൻ എന്ന കോമ്പൗണ്ട് ഇറ്റ് വിൽ ഓൺലി ഷോ -1 ഓക്സിഡേഷൻ നമ്പർ. -1 ഓക്സിഡേഷൻ നമ്പർ മാത്രമേ ഫ്ലൂറിൻ കാണിക്കുകയുള്ളൂ. ഇനി ബാക്കിയുള്ള ഹാലജൻസ് ദാറ്റ് ഈസ് ഇൻ ജനറൽ ഫ്ലൂറിൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഹാലജൻസും എന്ത് കാണിക്കും, -1ഉം കാണിക്കും. അതിന് പുറമെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പേഴ്സും കാണിക്കാറുണ്ട്. ദാറ്റ് ഈസ് വേറൊരു ഹാലജൻ ഇഫ് ദേ ആർ കണക്റ്റഡ് ടു അല്ലേ, ഇഫ് ഹാലജൻ ആറ്റം ഈസ് കണക്റ്റഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം okay then it may show positive oxidation number. okay more electronegative atom എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ it is oxygen okay oxygen or എന്താണ് more electronegative halogens എന്നൊക്കെ പറയും കേട്ടോ. ഓക്സിജനായിട്ട് കണക്ട് ചെയ്യുകയും ഓക്കെ ഓക്സിജനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആണ് ഓക്സിജൻ. അപ്പം ബാക്കിയുള്ള ആളുകൾ ദാറ്റ് ഈസ് ബ്രോമിൻ ആയാലും ക്ലോറിൻ ആയാലും അയഡിൻ ആയാലും ഇവരൊക്കെ ഓക്സിജനായിട്ട് കണക്ട് ചെയ്താൽ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അതേമാതിരി ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് IF7 ഒക്കെ ഉള്ള അതേമാതിരി കോമ്പൗണ്ട്സ് ഉണ്ട്. അതിലൊക്കെ എന്ത് ചെയ്യുക, അയോഡിന് എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ കാണിക്കുക +1 ഉണ്ട്, +3 ഉണ്ട്, +5 ഉണ്ട്. അതേമാതിരി എന്ത് ചെയ്യുക +7 ഓക്സിഡേഷൻ നമ്പേഴ്സാണ് സാധാരണഗതിയിൽ ഹാലജൻസ് കാണിക്കാറുള്ളത്. ഓക്കെ ഇവിടെ നമുക്ക് ബ്രോമിൻ്റെ നോക്കുമ്പോൾ നമുക്കറിയാം
ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്ന രീതിയൊക്കെ നിങ്ങൾ പഠിച്ച ആൾക്കാരാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്തുണ്ടാവും ഓക്സിജൻ അല്ലേ, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഓക്സിജൻ -6 +1, ഇപ്പോൾ ബ്രോമിൻ എന്ത് വരും +5 വരും. ഇവിടെ ഓക്സിജൻ അല്ലേ -2 × 4 -8 -8 +1 +7 വരണം അല്ലേ. അതേമാതിരി ഇവിടെ ആണെങ്കിൽ -6 +1 +5 വരണം അയോഡിൻ്റെ കേസിൽ. ഓക്കെ, നമുക്ക് കാണാൻ കഴിയും. ഇനി അതേമാതിരി നമ്മൾ പറഞ്ഞതാണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ജനറലി ഇറ്റ് ഈസ് -2 ആണ് സാധാരണഗതിയിൽ കാണിക്കാറുള്ളത്. എന്നാൽ ചില കേസുകൾ ഓക്സിജൻ എന്ത് ചെയ്യും വേറെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്ന ഓക്സിഡേഷൻ നമ്പറാണ് പെർ ഓക്സൈഡ് കേസുകൾ അല്ലേ. പെർ ഓക്സൈഡുകളുടെ കേസിൽ ഇറ്റ് ഈസ് ഷോയിങ് -1 എന്ന ഓക്സിഡേഷൻ നമ്പറാണ് ഇവർ കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് H2O2 Na2O2 ഇവിടെയൊക്കെ എന്താ കാണിക്കുന്നത് ഇവർ -1 ആണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഹൈഡ്രജൻ എന്താ വരിക ഹൈഡ്രജൻ ഇറ്റ് ഈസ് ഷോയിങ് എന്താണ് +1 ആണ്. ഇപ്പോൾ ഇവരെന്ത് കാണിക്കുക അല്ലേ ഇവിടെ എന്ത് ഹൈഡ്രജൻ +1 ആണ്. 2 ഹൈഡ്രജൻ +2 ആകും. അപ്പോൾ ഓക്സിജൻ -2 ആകും. സോ ദിസ് ഓക്സിജൻ വിൽ ബി ഷോയിങ് -1 ഓക്സിഡേഷൻ നമ്പർ. ഈ സ്ട്രക്ചർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, H2 അല്ലേ H2O2ൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ഒക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഈ ഒരു ബോണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ഇവിടെ -1 വരും, ഇവിടെ +1 വരും. ഇനി ഈ ഒരു ബോണ്ട് എന്ത് ചെയ്യുക നോൺ പോളാർ ആണ്. ഈ ഒരു ബോണ്ട് നോക്കുമ്പോൾ ഇവിടെ -1 വരും, ഇവിടെ +1 വരും. സോ നമുക്ക് ഈ ഒരു ഇല്ലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ വരുന്നത് -1 ആണ് വരുന്നത് അല്ലേ. So we can say the oxidation number of O2 in per oxide it is proved എന്താണ് അത് -1 ആണ് വരാറുള്ളത് അല്ലേ. ഓക്കെ, അതേമാതിരി തന്നെ എന്ത് ചെയ്യുക സൂപ്പർ ഓക്സൈഡിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ സൂപ്പർ ഓക്സൈഡിൻ്റെ കേസിൽ എന്ത് ചെയ്യുക ഇങ്ങനെ ഉണ്ടാകുക ഇറ്റ് ഈസ് ഹാവിങ് -1/2 ആണ് വരിക. കാരണം നമ്മൾ KO2 എടുക്കുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ വരിക എന്താണ് ഇസ് +1 ആണ് വരിക. അപ്പോൾ O2 മൈനസ് ആണ് വരിക അല്ലേ. O2 മൈനസ് ആണ് വരിക. O2 മൈനസ് ഒരു ഓക്സിഡേഷൻ അല്ലേ ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് വരും -1/2 എന്ന് വരും. പിന്നെ അതേമാതിരി ഓസോണൈഡ് ആണെങ്കിൽ -1/3 വരും. ഇനി ഓക്സിജൻ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കും എപ്പോൾ ഇഫ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഫ്ലൂറിനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ OF2 എന്ന കോമ്പൗണ്ട് O2F2 ഉണ്ട്. OF2ലാണെങ്കിൽ ഇറ്റ് ഈസ് ഷോയിങ് +2. O2F2ലാണെങ്കിൽ ഓക്സിജൻ എന്ത് കാണിക്കും +1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നതായി കാണാൻ പറ്റും. ഇനി അതേമാതിരി തന്നെ ഹൈഡ്രജൻ്റെ കേസ് പറയുമ്പോൾ സാധാരണഗതിയിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ മെറ്റാലിക് ഹൈഡ്രേറ്റ്സിൽ അല്ലേ ആൽക്കലി മെറ്റലോ ആൽക്കലൈൻ എർത്ത് മെറ്റലൊക്കെ കമ്പൈൻ ചെയ്ത് ഹൈഡ്രേറ്റ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ഈസ് ഷോയിങ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് നമ്മൾ പറയും. ഇനി അതേമാതിരി നമുക്ക് അറിയാൻ കുറച്ച് കാര്യങ്ങളാണ് ഓക്സിഡേഷൻ നമ്പർ ഒരു കോമ്പൗണ്ടിൽ അറിയാത്തൊരു എലമെൻറ്റിൻ്റെ അല്ലേ ഒരു എലമെൻ്റ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ മോളിക്യൂൾ വെദർ ദാറ്റ് സ്പീഷീസ് ഈസ് ന്യൂട്രൽ ഓർ ചാർജ്ഡ് എന്നാണ് അല്ലേ. അതായത് ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ sum of oxidation number of all atoms will be equal to 0, and if it is a charged species sum of oxidation numbers of all atoms present will be equal to the charge present on it എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഒരു ന്യൂട്രലായ മോളിക്യൂൾ ആണെങ്കിൽ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് മുമ്പ് നമ്മൾ കണ്ട് H2O ഒരു എക്സാമ്പിൾ എടുക്കാം. H2O കേസ് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം H2O is ന്യൂട്രൽ മോളിക്യൂൾ ആണ് അല്ലേ. ഓക്സിജൻ്റെ -2 ഹൈഡ്രജൻ്റെ +1 അല്ലേ. അപ്പോൾ എത്ര 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് 2 × +1 പ്ലസ് എന്താ ഓക്സിജന് -2. സോ 2 -2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 0 എന്ന് കിട്ടും. സോ ന്യൂട്രൽ മോളിക്യൂൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് എടുത്താൽ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും എന്ന് ഓർക്കുക. അതേമാതിരി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എലമെന്റ്സ് ഇൻ എൻ അയോൺ ഈസ് ഈക്വൽ ടു ദ ചാർജ് പ്രസന്റ് ഓൺ ഇറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അയോണിൻ്റെ സമ്മിന് ഇതേക്കാരം അതായത് ഒരു പോളി അറ്റോമിക് അയോൺ ആണെങ്കിൽ നമ്മൾ സം ഓഫ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ചെയ്ത് നോക്കിയാൽ വിൽ ബി ഒബ്റ്റെയിനിങ് ദ ചാർജ് പ്രസന്റ് ഓൺ ഇറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ സിമ്പിളായ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ തന്നെ പറയാം. സൾഫേറ്റ് അയോൺ അല്ലേ SO4 അയോൺ അല്ലേ. നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇവിടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇറ്റ് ഈസ് -2. സൾഫറിൻ്റെ വരിക ഇറ്റ് ഈസ് +6 ആണ് വരിക അല്ലേ. അപ്പോൾ സൾഫർ നമ്മൾ എടുക്കുമ്പോൾ +6 1 × +6 പ്ലസ് എന്താ 4 × -2 ആണ് ചെയ്യുമ്പോൾ 6 - 8 വരും. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു -2 അല്ലേ. -2 ആണ് കിട്ടുക. അങ്ങനെ -2 കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സൾഫേറ്റിൽ അല്ലേ സൾഫേറ്റ് എന്ന സ്പീഷീസിന് മുകളിലുള്ള -2 നമുക്ക് കിട്ടും എപ്പോൾ ഇഫ് യു ടേക്ക് ദ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ ദാറ്റ് പോളി അറ്റോമിക് അയോൺ എന്നൊക്കെ പറയാൻ പറ്റും. അതേമാതിരി നമുക്ക് ചില ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്
ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഇല്ല, ചില കേസിലൊക്കെ എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാകാറുണ്ട്. ദറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ കറക്റ്റ് നമുക്ക് കിട്ടുക സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ അല്ലെങ്കിൽ അയോണാണ്. നമ്മൾ സാധാരണ കൺവെൻഷണൽ രീതിയിൽ ഈ റൂൾസ് ഒക്കെ വെച്ച് ചെയ്തു പോയിട്ട് നമുക്ക് അഥവാ തെറ്റ് പറ്റിയാൽ ഉറപ്പിക്കാൻ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ നോക്കണം. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി ഓക്സിഡേഷൻ നമ്പർ വാലൻസിയും പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൈനിങ് കപ്പാസിറ്റി ആണ്. അത് എപ്പോഴും ഒരു ഹോൾ നമ്പറാണ് വരിക, അത് പോസിറ്റീവാണ് വരിക എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവും ആകാം, സീറോ ആകാം, ഫ്രാക്ഷനിലൊക്കെ ആയി വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. ഇനി നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന സംഭവമാണ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒരു ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്, നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ C3O2 അല്ലേ. നമുക്ക് C3O2 നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, C3O2 അല്ലേ, കാർബൺ സബ് ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ C3O2-ൽ ഓക്കെ നമ്മളിവിടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്താൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് വേണമെങ്കിൽ ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ജസ്റ്റ് സാധാരണ എക്സാമ്പിൾ എന്ന് നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എങ്ങനെ നമ്മൾ ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ K2Cr2O7 ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്യുക എന്താ, നമുക്കറിയില്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ +1 ആണ് അറിയാം, ഓക്സിജൻ്റെ -2 ആണെന്ന് അറിയാം, മൊത്തം ന്യൂട്രൽ മോളിക്യൂളാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യും 2 × +1 പ്ലസ് എത്ര ക്രോമിയം ഉണ്ട്, 2 ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ അറിയില്ല, അപ്പോൾ 2 × X പ്ലസ് 7 × -2 ന്യൂട്രൽ മോളിക്യൂളാണ് 0 എന്ന് പറയും. സോ 2 + 2x - 14 = 0. സോ 2x = 12 വന്നൊരു x എന്ന് കിട്ടും +6 എന്ന് കിട്ടും അല്ലേ. സൈൻഡ് ആണ് ഓക്കെ, +6 എന്ന് എടുത്ത് പറയണം അല്ലേ. അവിടെ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ എത്ര വരിക, +6 ആണ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് വൈൽഡ് ഗസ് ചെയ്താലും മതി, നമുക്ക് അല്ലാതെ കിട്ടും ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് എന്താണ്, നമുക്കല്ലാതെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, K2Cr2O7 നമുക്കറിയാം ഇത് ന്യൂട്രലാണ് അല്ലേ. അപ്പോൾ ഒരാളെ ചാർജ് -2 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 7 × -2 ഇവിടെ -14 ആണ്. ഇവിടെ പൊട്ടാസ്യത്തിന് ഒരാൾ +1 ആണ്, രണ്ടെണ്ണുള്ളത് കൊണ്ട് +2 ആണ്. ഇവിടെ +2 ഉണ്ട്, ഇവിടെ -14 ഉണ്ട്. അപ്പോൾ ഇവരെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര വരണം, +12 വരണം. +12 എന്ന് പറഞ്ഞാൽ 2 ക്രോമിയത്തിനാണ്. ഒരു ക്രോമിയത്തിൽ എത്ര വരും, ഒരു ക്രോമിയത്തിൽ അപ്പോൾ എത്ര വരും, +6 എന്ന് വരും അല്ലേ. അങ്ങനെ വളരെ പെട്ടെന്ന് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടെത്താൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ സബ് ഓക്സൈഡ് ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നതാണ് ഇത് C3O2. കാർബൺ സബ് ഓക്സൈഡിലെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ -2 ആണ്, -4 ആണ്, ഇവിടെ +4 ആണ് അല്ലേ. 4 കാർബൺ ഉള്ളത് കൊണ്ട് +4/3 ആണ് നമുക്ക് എന്ത് ചെയ്യുക, കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കിട്ടുക. അപ്പോൾ അങ്ങനെ +4/3 ഓക്സിഡേഷൻ നമ്പർ കിട്ടുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓർക്കുക, ഇലക്ട്രോൺസ് ആർ ഓൾവേസ് ട്രാൻസ്ഫോം അല്ലേ, ഫുൾ ഫോമിലാണ് ട്രാൻസ്ഫോം ചെയ്യുക, അല്ലാതെ ഹാഫ് ഇലക്ട്രോൺ ഒന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. സോ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്താണ് ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓക്കെ. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ C3O2 ദാറ്റ് ഈസ് കാർബൺ സബ് ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ദിസ് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ വരുന്ന സമയത്ത് നമുക്ക് ഓരോ ആൾക്കാർക്കും ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ 2 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവിടെ -2 വരും, ഇവിടെ +2 വരും. ഈ ബോണ്ട് എന്ത് ചെയ്യുക, നോൺ പോളർ ആണ്, ഈ ബോണ്ട് നോൺ പോളർ ആണ്, അപ്പോൾ ഇയാൾക്ക് 0 വരും. ഇനി ഇവിടെയാണെങ്കിൽ കാർബൺ ഓക്സിജൻ വരുമ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുക, മോർ ഇലക്ട്രോനെഗറ്റീവ് വേണ്ട, ഇയാൾക്ക് -2, ഇയാൾക്ക് എന്ത് വരും, +2 വരും. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്, +2 ഉണ്ട്, 0 ഉണ്ട്, +2 ഉണ്ട് അല്ലേ. അപ്പോൾ 3 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, +2 +0 +2 ഉണ്ട് ബൈ എന്ത് വരും, ബൈ 3 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. നമ്മളിങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മക്കളെ ഇത് 4/3 ദാറ്റ് ഈസ് +4/3 അല്ലേ, +4/3 വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ജസ്റ്റ് എന്താണ്, ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ ഒന്നുമില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് എന്താണ്, ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻഡിക്കേറ്റിംഗ് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലേ. നമ്മൾ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്താ ചോദിച്ചാൽ, ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്, ഒന്നുമില്ല, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്, ആവറേജ് ഓക്സിഡേഷൻ നമ്പർ. ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ് ഇവിടെ ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും, അല്ലാതെ ഒന്നുമല്ല. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് എന്താണ്, ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒന്നാണ് ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡ് ദാറ്റ് ഈസ് Br3
അല്ലെ Br3O8 ആണ്. നമ്മൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഇവിടെ -16 ഇവിടെ ചെയ്യുമ്പോൾ +16 +16/3 നമുക്ക് കിട്ടുന്നതാണ് അല്ലേ. ദാറ്റ് ഈസ് ബ്രോമിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ് +16/3 കിട്ടും. ഓക്കെ, നമ്മളത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബ്രോമിൻ അല്ലേ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് പറയാൻ പറ്റും ബ്രോമിനും ഓക്സിജനും ഇവിടെ -2 ഇവിടെ -2 ഇവിടെ -2 അല്ലേ. -2 അപ്പം ഈ ബ്രോമിൻ എന്ത് ചാർജ് വരും +6 വരും. ഇത് നോൺ പോളാറാണ്, ഈ ബോണ്ട് നോൺ പോളാറാണ്. ഇവിടെ -2 വരും, ഇവിടെയും -2 വരും ബ്രോമിൻ ഓക്സിജൻ ബോണ്ടിൽ. അപ്പോൾ ഇവിടുത്തെ ബ്രോമിൻ എന്ത് വരും +4 വരും. അതേമാതിരി ഇവിടുത്തെ ബ്രോമിൻ എന്ത് വരും +6 വരും. അപ്പം +6ഉം +4ഉം +6/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് +16/3 എന്ന് വരുന്ന ബ്രോമിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ. ആൻഡ് ദിസ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ ഈസ് ജസ്റ്റ് റെപ്രസെൻറ്റിംഗ് എന്താണ് ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാൻ പറ്റും. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം ടെട്രാ തയോനേറ്റ് അയോണിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. S4O6 അല്ലേ, S4O6 2- നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇവിടെ -12 ആണ്. അപ്പോൾ ഇവിടെ സൾഫറിന് +10 വരണം അല്ലേ. അപ്പോൾ ഒരു സൾഫറിന് എന്ത് വരും 10/4. അപ്പോൾ നമുക്ക് ഏകദേശം +2.5 ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാറുള്ളത് അല്ലേ, +2.5. പക്ഷേ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 5/2 അല്ലെങ്കിൽ +2.5 അല്ലേ അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക 5/2 എന്നും പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ സൾഫറും ഓക്സിജനും നോക്കുമ്പോൾ ഇവിടെ -2 ഇവിടെയും -2 ഇവിടെ O- അല്ലേ ഇവിടെ -1 വരും. അപ്പോൾ ഇവിടുത്തെ സൾഫറിന് +5 വരും. ഇത് നോൺ പോളർ ആയതുകൊണ്ട് ഇവിടുത്തെ 0, ഇവിടുത്തെ ബോണ്ട് നോൺ പോളർ ആയതുകൊണ്ട് 0, ഇവിടെ അതേമാതിരി എന്ത് ചെയ്യാം +5 വരും അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും +5 +0 +0 +5/4 and the answer is 10/4. 10/4 എന്ന് പറഞ്ഞാൽ എന്താ 5/2 വരും, +5/2 വരും. അപ്പോൾ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് ജസ്റ്റ് ദി ആവറേജ് ഓക്സിഡേഷൻ നമ്പർ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിഡേഷൻ നമ്പറൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി സ്പീഷീസ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ സ്പീഷീസ് ആണ്, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ എന്ന് പറയാം. അതേപോലെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ അല്ലേ, ഇറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ടൊരു എക്സാമ്പിളാണ് 2Na + H2 gives 2NaH എന്ന് പറഞ്ഞിരുന്നു അല്ലേ. നമുക്കറിയാം ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ സോഡിയത്തിന് 0, ഹൈഡ്രജന് 0. സോഡിയം ഹൈഡ്രേറ്റ് പറഞ്ഞാൽ ഒരു മെറ്റൽ ഹൈഡ്രേറ്റ് ആണ്. ആൽക്കലി മെറ്റൽ എപ്പോഴും +1 കാണിക്കുള്ളൂ, ഇവിടെ -1 അല്ലേ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം Na 0 സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോയി +1 സ്റ്റേറ്റിലോട്ട് പോയി. ദാറ്റ് ഈസ് ദർ ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. സോ സോഡിയം ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ. ഇവിടെ ഹൈഡ്രജൻ 0 സ്റ്റേറ്റിൽ നിങ്ങോട്ട് പോയി -1 പോയി. സോ ദർ ഈസ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എന്താണ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഓക്സിഡേഷൻ ഉണ്ട്, അതേമാതിരി എന്തുണ്ട് റിഡക്ഷനും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ദാറ്റ് ഈസ് റിഡോക്സ് റിയാക്ഷൻ വളരെ സിമ്പിളായിട്ട് അല്ലേ, റിഡോക്സ് റിയാക്ഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് വെച്ച് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ഓക്സിഡേഷനും, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ റിഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വേറെവർ ദർ ഈസ് ഓക്സിഡേഷൻ ദർ ഈസ് റിഡക്ഷൻ ആൻഡ് ദ ടേം റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയും അല്ലേ. റിഡക്ഷൻ്റെ റേഡിയം ഓക്സിഡേഷൻ ദർ ഈസ് റിഡോക്സ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ വ്യത്യസ്തമായ വേരിയസ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ, ഇതിൽ ഏതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. വ്യത്യസ്തമായ റിഡോക്സ് റിയാക്ഷൻസ് നോക്കുമ്പോൾ അതിൽ കോമ്പിനേഷൻ റിയാക്ഷൻസ് ഉണ്ട്, ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഉണ്ട്, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻസ് ഉണ്ട്. ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ
പോകുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് സ്പീഷീസ് എ പ്ലസ് ബി കമ്പൈൻ ചെയ്തിട്ട് സി ആയാൽ അതൊരു കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയാൻ പറ്റും. അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട സംഭവം ഒന്നെങ്കിൽ എയോ അല്ലെങ്കിൽ ബിയോ അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബിയോ എന്താകണം, എലമെന്റൽ ഫോമിൽ ആകണം. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു കോമ്പിനേഷണൽ റിഡോക്സ് റിയാക്ഷൻ ആവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ കമ്പഷൻ റിയാക്ഷൻസ് ആയാലും വേറെ ഏതെങ്കിലും എലമെന്റ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആയാലും അതൊക്കെ എന്താ, കോമ്പിനേഷൻ റിയാക്ഷൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എ പ്ലസ് ബി ഗീവ്സ് സി എന്ന് പറഞ്ഞാൽ അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആയി ഓർത്ത് വെക്കാൻ ഒന്നെങ്കിൽ എ എലമെന്റ് ആകണം അല്ലെങ്കിൽ ബി എന്താകണം, എലമെന്റ് ആകണം, അല്ലെങ്കിൽ രണ്ടാൾക്കാരും എലമെന്റ് ആയാലും വിഷയമില്ല. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവിച്ചാൽ എലമെന്റൽ ഫോമിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ റിയാക്ടൻ സൈഡിലോ എലമെന്റൽ ഫോമിൽ ഉണ്ടെങ്കിൽ അവ ഉറപ്പിച്ച് പറയാൻ പറ്റും അതെന്ത് റിയാക്ഷനാണ്, ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഇവിടെ നമുക്ക് കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. കാർബൺ രണ്ടാൾക്കാരും 0 0 ഫ്രീ സ്റ്റേറ്റിലാണ്. കാർബൺ +4 എന്ന സ്റ്റേറ്റിലോട്ട് പോയി, ഓക്സിജൻ -2 എന്ന സ്റ്റേറ്റിലോട്ട് പോയി. ഒരാൾ കാർബൺ ഓക്സിഡൈസ് ചെയ്തു, ഓക്സിജൻ റിഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്, ദാറ്റ് ഈസ് കോമ്പിനേഷണൽ റിഡോക്സ് റിയാക്ഷൻ. അതേമാതിരി ഇവിടെ മഗ്നീഷ്യം 0 സ്റ്റേറ്റിൽ നിന്ന് +2 പോയി, നൈട്രജൻ 0 സ്റ്റേറ്റിൽ നിന്ന് -3 പോയി റിഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് നമ്മൾ പറയാം ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് എന്താണ്, കോമ്പിനേഷൻ റിയാക്ഷൻ. അതിൽ ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നിലേറെ സ്പീഷീസിലാകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്പീഷീസ് എന്താകണം, എലമെന്റൽ ഫോം ആകണം എന്ന് ഓർക്കുക. അത്രേ ഉള്ളൂ കേട്ടോ, എലമെന്റൽ ഫോം ആകണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, വാട്ടർ ബ്രേക്ക് ചെയ്യുമ്പോൾ H2 എലമെന്റൽ ഫോമായി, NH ബ്രേക്ക് ചെയ്തപ്പോൾ സോഡിയം ഹൈഡ്രജൻ എലമെന്റൽ ഫോമായി, ഇവിടെ എന്ത് ചെയ്യുക, ഓക്സിജൻ എലമെന്റൽ ഫോമായി. അങ്ങനെ എലമെന്റൽ ഫോം ആകുമ്പോൾ അതെന്ത് ചെയ്യും, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആകും. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും എലമെന്റൽ ഫോം ഉണ്ടാകണം നിർബന്ധം, പ്രൊഡക്റ്റ് സൈഡിൽ ഒരു എലമെന്റ് ഉണ്ടാകൽ നിർബന്ധമാണ് എന്ന് പറയും. ഓക്കെ, ഇനി എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും റിഡോക്സ് റിയാക്ഷൻ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ എന്തല്ല, റിഡോക്സ് റിയാക്ഷൻ അല്ല. അതിൽ നമ്മൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യുമ്പോൾ കാൽഷ്യത്തിൻ്റെ +2 ആണ് അല്ലേ, കാർബണിൻ്റെ +4, ഇവിടെയും +4, ഓക്സിജൻ്റെ ഇവിടെ ഒക്കെ -2 ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി ആറ്റം ഇൻവോൾവ് ഇൻ ദ റിയാക്ഷൻ. സോ ദിസ് ഈസ് എ ഡീകമ്പോസിങ് റിയാക്ഷൻ. ഇതൊരു ഡീകമ്പോസിങ് റിയാക്ഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻസ് അല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാ ഡീകമ്പോസിങ് റിയാക്ഷനും റിഡോക്സ് എന്ന് പറയാൻ പറ്റില്ല. ഡീകമ്പോസിങ് റിഡോക്സ് റിയാക്ഷൻ ആകണമെങ്കിൽ അല്ലേ, ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് പ്രൊഡക്ട്സ് ഉണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് എന്താകണം, എലമെന്റൽ ഫോമിൽ ഉണ്ടാകണം എന്ന് മസ്റ്റാണ്. ഇവിടെ എലമെന്റൽ ഫോമിൽ ആരുമില്ല, അതുകൊണ്ടാണ് ഇതെന്തായത്, റിഡോക്സ് റിയാക്ഷൻ അല്ലാതായി പോയതെന്ന് പറയാം. അതേമാതിരി തന്നെ അടുത്ത് പറയുന്നതാണ് ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറഞ്ഞാൽ ഒരു ആറ്റമോ ഒരു അയോണോ വേറൊരു കോമ്പൗണ്ടിൽ നിന്ന് അവിടുത്തെ വേറൊരു ആറ്റത്തിനെയോ അയോണോ ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് X+YZ. ഇവിടെ YZ Yനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആര് കയറി വരികയാണ്, X കയറി വരികയാണ്, XZ+Y എന്ന് പറയാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എന്താ, ഒരു എന്താ ചെയ്യുക, ഹയർ റിയാക്റ്റീവായ മെറ്റൽ എന്ത് ചെയ്യും, ലോവർ റിയാക്റ്റീവായ മെറ്റലിനെ ആ ലോവർ റിയാക്റ്റീവായ മെറ്റൽ സാൾട്ട് സൊല്യൂഷനിൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്യും, സിങ്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചാൽ സിങ്ക് എന്ത് ചെയ്യും, കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനായി മാറുന്നതായി കാണാൻ പറ്റും. അതേമാതിരി V2O നമുക്ക് കാണാൻ പറ്റും എന്താ ചെയ്യുക, കാൽഷ്യം വെനഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്തായി മാറി, വെനേഡിയം +CaO കാൽഷ്യം ഓക്സൈഡ് ആയി മാറുന്നതായി കാണാൻ പറ്റും. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്. അതേമാതിരി അടുത്ത് പറഞ്ഞതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു മെറ്റലോ അല്ലെങ്കിൽ ഒരു നോൺ മെറ്റലോ എന്ത് ചെയ്യും, ഒരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യും. എവിടുന്ന്, നോൺ മെറ്റൽ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നോൺ മെറ്റൽ സാൾട്ട് സൊല്യൂഷൻസ് ഒക്കെ ഡിസ്പ്ലേസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ദ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ആൾ എന്താണ്, നോൺ മെറ്റലായി. കാര്യം അത് മെറ്റലിനും ഡിസ്പ്ലേസ് ചെയ്യാം, നോൺ മെറ്റലിനും ഡിസ്പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണ നോൺ മെറ്റൽസ് പറയുമ്പോൾ ഒന്ന് ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും, അതേമാതിരി റെയർ ആയിട്ട് ഓക്സിജൻ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറ്റും, അതേമാതിരി ഹാലജൻ ഡിസ്പ്ലേസ്മെന്റ് ഹാലജനെയും ഡിസ്പ്ലേസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാൻ നമുക്കറിയാം, നമുക്ക് സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ആസിഡ്സിലൊക്കെ അല്ലേ, HCl ആസിഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റലിട്ടാൽ മെറ്റൽ എന്ത് ചെയ്യും, ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് H2 ആയിട്ട് റിലീസ് ചെയ്യാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതേമാതിരി തന്നെ ഹയർ ഹാലജൻസ് അല്ലേ, ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്ന് പറയുമ്പോൾ ഹയർ അല്ലേ, നല്ല സ്ട്രോങ് ആയ ഹാലജൻ എന്ത് ചെയ്യുക, ലോവർ ഹാലജനെ അവർ കോമ്പൗണ്ട്സിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി ഇതിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ
ആയ ഒരു ടൈപ്പ് റിയാക്ഷൻ ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെന്റ് എന്തുണ്ടാകും, ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകും. അതിൽ ആ കോമ്പൗണ്ടിന് എന്ത് ചെയ്യും, അതിൽ കോമ്പൗണ്ടിൽ ഒരു എലമെന്റ് ഒരേ സമയത്ത് ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലി അണ്ടർഗോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റുക. ദാറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ ഇൻ വിച്ച് സെയിം എലമെന്റ് പ്രസന്റ് ഇൻ എ പർട്ടിക്കുലർ കോമ്പൗണ്ട് ഇൻ എ ഡെഫിനിറ്റ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി. ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലി നടക്കുകയാണെങ്കിൽ അത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവരെന്തുണ്ടാകും, 3 ഓക്സിഡേഷൻ നമ്പറിൽ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്ന് ലോ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും, ഒന്ന് മീഡിയം ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും, ഒന്ന് എന്താണ് ഹൈ ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവർ തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകുക ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ മീഡിയം ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ നടക്കും, അതേമാതിരി ഇവർക്ക് എന്ത് ചെയ്യും, എന്ത് നടക്കും, റിഡക്ഷനും നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും, രണ്ടും നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായ ഒരു എക്സാമ്പിളാണ് H2O2 ഗിവ്സ് എന്ത് ചെയ്യുക, H2O + ½ O2 അല്ലേ. ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് -1 സ്റ്റേറ്റിൽ നിന്ന് -2 പോകുന്നുണ്ട്, 0 പോകുന്നുണ്ട് അല്ലേ. ഓക്സിജൻ -1 നിന്ന് -2 പോകുമ്പോൾ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. അതേ ഓക്സിജൻ തന്നെ -1 നിന്ന് 0 പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷനും സൈമിൾട്ടേനിയസ് ആയി നടക്കും. ഇങ്ങനെ നടക്കാനുണ്ടെങ്കിൽ ആ എലമെന്റ് എന്ത് കാണിക്കണം, 3 ഓക്സിഡേഷൻ നമ്പർ കാണിക്കണം. അതേമാതിരി ഇൻ ബിറ്റ്വീൻ ഉള്ള ഓക്സിഡേഷൻ നമ്പർ ആകണം, എന്നാലേ അയാൾക്ക് ഓക്സിഡേഷൻ റിഡക്ഷനും സാധ്യമാവുകയുള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, റെഡി അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിലാണെങ്കിൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ പോസിബിൾ അല്ല, കാരണം ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിലാണെങ്കിൽ റിഡക്ഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിർബന്ധമായി ഓർക്കണം ഇൻ ബിറ്റ്വീൻ ഓക്സിഡേഷൻ നമ്പർ ആകണം. ഈ എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അതേമാതിരി ഈ എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ KClO3 ഇവിടെ പൊട്ടാസ് ഇല്ലേ, ക്ലോറിൻ +5 +5 നിന്ന് +7 അല്ലേ, +5 എങ്ങോട്ട് പോയി, +7 പോയി, ഓക്സിഡേഷൻ സംഭവിച്ചു. അതിന് +5 നിന്ന് -1 പോയി, റിഡക്ഷനും സംഭവിച്ചു. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സൈമിൾട്ടേനിയസ്ലി. ദ സെയിം എലമെന്റ് which is present in intermediate oxidation number undergoes oxidation and reduction simultaneously. Okay, അങ്ങനത്തെ റിയാക്ഷൻ ആണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പർ ആകണം എന്ന് വളരെ വളരെ നിർബന്ധമാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നമ്മൾ സാധാരണ രീതിയിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ ഹീറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കണം, നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ വളരെ ലെങ്തി ആയിരിക്കും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ വേറെ സ്പെഷ്യൽ മെത്തേഡ് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ ചാർജും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച മാതിരി ആറ്റംസ് മാത്രം ബാലൻസ് ചെയ്തൊരു കാര്യമുണ്ടോ, ഇല്ല. ആറ്റംസും നിങ്ങൾ ബാലൻസ് ചെയ്യണം, അതേമാതിരി നിങ്ങൾ ചാർജും ബാലൻസ് ചെയ്യണം. രണ്ടും ബാലൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ദാറ്റ് ഈസ് അവർ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ്. 2 മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്, അയോൺ ഇലക്ട്രോൺ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് സെൽ മെത്തേഡ് അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് നമുക്ക് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. അയോൺ ഇലക്ട്രോൺ മെത്തേഡ് നമ്മൾ കാര്യമായിട്ട് പറയാം ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ഒക്കെ ബാലൻസ് ചെയ്യാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ വരാറില്ല, നീറ്റ് ലെവലിൽ നമുക്ക് കാണാറില്ല. ഓക്കെ, നമ്മൾ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പറയുമ്പോൾ ഒന്നുമില്ല, ആദ്യം നമുക്ക് കറണ്ട് ചെയ്യാം. നമുക്ക് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരുവിധം നമുക്ക് അറിയുന്ന റിയാക്ഷൻസ് അവർ തരികയുള്ളൂ. ഓക്കെ, അല്ലാത്തതാണെങ്കിൽ അവർ തരും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം റിയാക്ഷൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കറക്റ്റ് ഫോർമുല എഴുതണം. എന്നിട്ട് ഏതൊക്കെ സ്പീഷീസിനാണ് ഓക്സിഡേഷൻ അല്ലേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എലമെൻറ്റിനും എന്ത് ചെയ്യണം, ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യണം. അങ്ങനെ അസൈൻ ചെയ്തതിനു ശേഷം ആർക്കൊക്കെ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു, ആർക്കൊക്കെ റിഡക്ഷൻ അണ്ടർഗോ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇക്വലൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ ഇക്വലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അങ്ങനെയാണ്. ഇനി അതേമാതിരി എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ നമ്മൾ പറയാൻ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, എല്ലാ ആറ്റത്തിനെയും ഇല്ലേ, നമ്മളെല്ലാ ആറ്റത്തിനെയും ഇല്ലേ ഇവിടെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നാൽ സ്റ്റെപ്പ് 4 നമുക്ക് എന്ത് പറയാൻ പറ്റും, ബാലൻസ്. ഓക്കെ, ബാലൻസ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് എന്താണ്, എക്സെപ്റ്റ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബാലൻസ് ചെയ്യുക അല്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ പറയുമ്പോൾ 2 മെത്തേഡ് ഉണ്ട്, ഒന്ന് അസിഡിക് മീഡിയം ഉണ്ട്, ബേസിക് മീഡിയം ഉണ്ട്. അപ്പോൾ 2 മീഡിയം ആണെങ്കിൽ നമുക്ക് 2 രീതിയിൽ പറഞ്ഞു പോകാം. അസിഡിക് മീഡിയം ഉണ്ട്, അതേമാതിരി എന്തുണ്ട്, ബേസിക് മീഡിയത്തിൽ റിയാക്ഷൻസ് നടക്കാറുണ്ട് അല്ലേ. അസിഡിക് മീഡിയം ഉണ്ട്, അതേമാതിരി എന്തുണ്ട്,
ബേസിക് മീഡിയം ഉണ്ട് അല്ലേ. ഓക്കെ, അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞു പോവുകയാണ്. അസിഡിക് മീഡിയം ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വി വിൽ ബാലൻസ് ഓക്സിജൻ. ഓക്കെ, വി വിൽ ബാലൻസ് ഓക്സിജൻ ബൈ ആഡിങ് എന്താണ്? ബൈ ആഡിങ് H2O. ഓക്കെ, നിങ്ങൾ ഓക്സിജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? H2O ആഡ് ചെയ്യുക. പിന്നെ അസിഡിക് മീഡിയം ആണെങ്കിൽ ബാലൻസ് ഹൈഡ്രജൻ ബൈ H പ്ലസ്, ബാലൻസ് ഹൈഡ്രജൻ ബൈ H പ്ലസ്, ബാലൻസ് ഹൈഡ്രജൻ ബൈ H പ്ലസ്. ചാർജ് വിൽ ബി ഓൾറെഡി, അതിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെക്ക് ചെയ്യുമ്പോൾ ചാർജ് വിൽ ബി ഓൾറെഡി ബാലൻസ്ഡ്, ചാർജ് വിൽ ബി ഓൾറെഡി ബാലൻസ്ഡ്, ചാർജ് ഓൾറെഡി എന്ത് ചെയ്യും? മാറിയിട്ടുണ്ടാവും, ബാലൻസ് ചെയ്തിട്ട് മാറിയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ പറയാം. ഇനി ബേസ് അല്ലേ, അപ്പോൾ ഇവിടെ ഓക്സിജൻ അസിഡിക് മീഡിയം ആണെങ്കിൽ എന്ത് ചെയ്യുക? ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ആഡ് ചെയ്യുക, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി H പ്ലസ് ആഡ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക? ചാർജ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക? ബാലൻസ് ആയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റെഡി അല്ലേ? ഇനി അതേമാതിരി നമ്മൾ ഇവിടെ പറയുമ്പോൾ അല്ലേ, ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ബേസിക് മീഡിയം ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യും? ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു തരാം, അതേപോലെ നന്നാവുക. ഓക്കെ, ബേസിക് മീഡിയം ആകുമ്പോഴും ഏകദേശം ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുക. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? അതിൻ്റെ ഫോളോയിങ് സ്റ്റെപ്സ് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. ഓക്കെ, അതാവും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ, ചെറിയൊരു 1-2 മാറ്റങ്ങളുണ്ട്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യുക? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ ഒരു സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? Cr2O7 2 മൈനസ് പ്ലസ് SO3 2 മൈനസ് ഗിവ്സ് Cr3 പ്ലസ് പ്ലസ് SO4 2 മൈനസ്. ഓക്കെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അസിഡിക് മീഡിയം ആകണം. സോ ദിസ് റിയാക്ഷൻ ഈസ് ഗിവൺ ഇൻ അസിഡിക് മീഡിയം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ബാലൻസ് ചെയ്യണം. എങ്ങനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് നോക്കാം. റെഡിയല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന സ്പീഷീസ് നമ്മൾ വളരെ വൃത്തിക്ക് എഴുതി. പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ദാറ്റ് ഈസ് ഡൈക്രോമേറ്റ് അയോൺ സൾഫൈറ്റ് അയോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് Cr3 പ്ലസും SO4 2 മൈനസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തണം അല്ലേ? ദാറ്റ് ഈസ് Cr2O7 2 മൈനസ് പ്ലസ് SO3 2 മൈനസ് ഗിവ്സ് Cr3 പ്ലസ് പ്ലസ് SO4 2 മൈനസ്. നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഓക്സിജൻ്റെ -2 ആണ്, ക്രോമിയത്തിൻ്റെ -14 പ്ലസ് 12 പ്ലസ് 6, ക്രോമിയത്തിന് +6 ആണ്, ഓക്സിജൻ്റെ -2 ആണ്, സൾഫറിൻ്റെ എന്താണ് അല്ലേ +6 അല്ലേ? ഇത്ര വരിക -6 വരും, +4 വരും. ക്രോമിയത്തിൻ്റെ ഓൾറെഡി സിമ്പിൾ ആയതുകൊണ്ടാണ് +3 വരും. ഇവിടെ സൾഫേറ്റിൻ്റെ ഇവിടെ കേസിൽ +6 വരും, ഓക്സിജൻ്റെ അവിടെ -2 വരും. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ മാറ്റം വന്നു? ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റില്ല. ക്രോമിയത്തിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ക്രോമിയത്തിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ക്രോമിയത്തിൻ്റെ കേസിലാണ് ഇങ്ങനെ വരിക, +6 നിന്ന് +3 പോയിട്ടുണ്ട്. 3 അല്ലേ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 3 ആണ്. പക്ഷേ 2 ക്രോമിയം ഉണ്ട്. സോ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 3 അല്ല, ഒരു ക്രോമിയത്തിൻ്റെ കേസിലാണ് 3 ഡിഗ്രീസ് ഉള്ളത്. 2 ക്രോമിയം ഉള്ളത് കൊണ്ട് എന്താ? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 6 എന്ന് പറയാൻ പറ്റും. ഇവിടെയാണെങ്കിലോ ഇവരുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ എന്താ പ്രത്യേകത? +4 നിന്ന് +6 ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 2 ആണ് അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് ഓക്സിഡേഷൻ നമ്പർ 6 കുറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഓക്സിഡേഷൻ നമ്പർ 2 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2 ഇൻക്രീസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇവർ ഇക്വലൈസ് ചെയ്യണം. ഇക്വലൈസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ *2 ചെയ്യുക അല്ലേ? *2 അല്ല 6 അല്ലേ? അപ്പോൾ *2 എന്ത് ചെയ്യണം? 3 ചെയ്യണം. *3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cr2O7 2 മൈനസ് പ്ലസ് അല്ലേ? 3 എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലേ? ഇവിടെയും 3 വേണം, ഇവിടെയും 3 വേണം അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3SO3 2 മൈനസ് ഗിവ്സ് Cr3 പ്ലസ് പ്ലസ് SO4 2 മൈനസ് എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി എഴുതുമ്പോൾ Cr2O7 2 മൈനസ് പ്ലസ് 3SO3 2 മൈനസ് ഗിവ്സ് Cr3 പ്ലസ് പ്ലസ് SO4 2 മൈനസ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ
ഇവിടെ നമ്മൾ 3 ആഡ് ചെയ്ത് കൊടുത്ത് ഇവിടെയും 3 ആഡ് ചെയ്ത് കൊടുത്ത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇനി നമ്മൾ ബാക്കി എല്ലാ ആറ്റത്തിനെയും ബാലൻസ് ചെയ്യണം. ഇതിൽ വേറെ സൾഫർ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ക്രോമിയം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യാം. ഇവിടെ സിംഗിൾ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ എഴുതി പോവാണ്. ഓക്സിജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ 9 അല്ലേ, ഇവിടെ +7. ഇവിടെ ഈ ഭാഗത്ത് റിയാക്റ്റൻസ് സൈഡിൽ എത്ര ഉണ്ട്? റിയാക്റ്റൻസ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും 16 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഇവിടെ ആണെങ്കിലോ പ്രോഡക്റ്റ് സൈഡിലാണെങ്കിൽ എത്ര ഉണ്ട്? 12 ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പോൾ 4 ഓക്സിജന് കുറവുണ്ട്. സോ വി ഹാവ് ടു ആഡ് 4 വാട്ടർ മോളിക്യൂൾ. 4 വാട്ടർ മോളിക്യൂൾ നമ്മൾ ആഡ് ചെയ്ത് 4 വാട്ടർ മോളിക്യൂൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എത്ര ഹൈഡ്രജൻ ഉണ്ട് ഈ ഭാഗത്ത് മൊത്തം. ഇവിടെ മൊത്തം നോക്കുമ്പോൾ വി ആർ ഹാവിങ് 8 ഹൈഡ്രജൻ. 8 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഇവിടെ എന്താ 0 ഹൈഡ്രജൻ അല്ലേ. ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ 0 ഹൈഡ്രജൻ ആണ് അല്ലേ. 0 ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ആഡ് ചെയ്യുക? ഇവിടെ വി ക്യാൻ ആഡ് 8H+. 8H+ നമ്മൾ ആഡ് ചെയ്യും. 8H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആണ്. ഇനി ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചാർജ് നോക്കുക അല്ലേ. ഡിസ്ചാർജ് നോക്കുമ്പോൾ ഇവിടെ ഒരു 2 നെഗറ്റീവ് ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 6 അല്ലേ. 3 × 2 6 നെഗറ്റീവ് ഉണ്ട്. ഇവിടെ 8 പോസിറ്റീവ് ഉണ്ട്. മൊത്തം നോക്കുമ്പോൾ എത്രയായി? 0 ആയി അല്ലേ. ഇനി ഇവിടുത്തെ ചാർജോ 6 പോസിറ്റീവ് ഉണ്ട്. ഇവിടെ 6 നെഗറ്റീവ് ഉണ്ട്. മൊത്തം നോക്കുമ്പോൾ എന്തായി? 0 ചാർജ് ആയി അല്ലേ. 0 ചാർജ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആറ്റംസും ബാലൻസ് ആയി, ചാർജും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺഫേം ദാറ്റ് അവർ ഗിവൺ റിഡോക്സ് റിയാക്ഷൻ ഈസ് ബാലൻസ്ഡ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ജസ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഒരു ബേസിക് മീഡിയത്തിലുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് മീഡിയത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഒരു ബേസിക് മീഡിയത്തിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ ഓക്കെ, ബേസിക് മീഡിയത്തിലൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു റിയാക്ഷൻ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ NCERT-ലുള്ള ഒരു റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കാം എന്താണ് റിയാക്ഷൻ. ആദ്യം റിയാക്ഷൻ്റെ ജസ്റ്റ് നമുക്ക് ഫോം പറയാം. ദാറ്റ് ഈസ് ദ റിയാക്ഷൻ ഈസ് MnO4- പ്ലസ് Br- ഗിവ്സ് എന്താണ്? MnO2 പ്ലസ് BrO3- എന്ന റിയാക്ഷൻ. ദാറ്റ് ഈസ് എന്താ? പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ത് ചെയ്യും? MnO2 +4 സ്റ്റേറ്റിലോട്ട് പോകും അല്ലേ. അതേപോലെ Br- എന്ത് ചെയ്യും? ഏത് സ്റ്റേറ്റിലോട്ട് പോകും നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ എലമെൻറ്റും ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യുക. എന്നിട്ട് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക. ആരാണ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുക, ആരാണ് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുക നോക്കാം. എന്നിട്ട് വി ഹാവ് ടു ഇക്വലൈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ 3-4 സ്റ്റെപ്പുകൾ സെയിം ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 3-4 സ്റ്റെപ്പ് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്കൊക്കെ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യണം. സോ നമുക്ക് നോക്കാം. MnO4- പ്ലസ് Br- ഗിവ്സ് MnO2 പ്ലസ് BrO3- അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം മാംഗനീസ് ഓക്സിജൻ -2 ആണ്, -8 +7 വരും. ബ്രോമിൻ ഇവിടെ -1 ആണ്. ഇവിടെ മാംഗനീസ് +4 വരും. ഇവിടെ ബ്രോമിൻ -6 +5 വരും അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാംഗനീസിന് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്താ? +7 +4 ഇവിടെ ബ്രോമിന് -1 എന്ത് ചെയ്യും? +5 പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് +7 +4 പോയി എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എന്താണ്? by 3 ആണ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 3 ആണ്. ഇവിടെ -1 +5 ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 6 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ×2 ചെയ്യും. സോ നമുക്ക് ×2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്ഷനിൽ ഇവിടെയും 2 വരും, ഇവിടെയും 2 വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. സോ നമ്മുടെ റിയാക്ഷൻ എങ്ങനെ വരും? സോ നമ്മുടെ റിയാക്ഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ 2Mn എങ്ങനെ വരും? 2MnO4- പ്ലസ് Br- gives 2MnO2 പ്ലസ് അല്ലേ എന്താ വരിക? BrO3- എന്ന ഈ രീതിയിലാണ് വരിക അല്ലേ. എങ്ങനെ വരും? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യണം? ബാക്കി എല്ലാ ആറ്റംസും ബാലൻസ്ഡ് ആണ് നോക്കണം. മാംഗനീസും ബാലൻസ്ഡ് ആണ്, ബ്രോമിനും ബാലൻസ്ഡ് ആണ്. ഇനി നിങ്ങൾ ബേസിക് മീഡിയത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കിയാൽ ബേസിക് മീഡിയത്തിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ദാറ്റ് ഈസ് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ബേസിക് മീഡിയത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ബേസിക് മീഡിയം ആണെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം? സാധാരണഗതി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ആഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തും. ഇവിടെ നമ്മൾ വരുത്തുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് വരുത്തുന്ന മാറ്റം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ബാലൻസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നമ്മൾ ചാർജാണ് ബാലൻസ് ചെയ്യുന്നത്. സോ ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ഇവിടെ
2 നെഗറ്റീവ്, ഒരു നെഗറ്റീവ്, 3 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? ബേസിക് മീഡിയം ആണ് OH മൈനസ് ആഡ് ചെയ്യും. ഇവിടെ ഞാൻ എന്ത് ബാലൻസ് ചെയ്തു? 2OH മൈനസ് ബാലൻസ് ചെയ്തു. റെഡി അല്ലേ? ഇനി ഇങ്ങനെ 2OH മൈനസ് ബാലൻസ് ചെയ്താൽ ഇനി നമ്മൾ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം അല്ലേ? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കാം. ഇവിടെ 2 അല്ലേ? ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? 2 ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ 0 ഹൈഡ്രജൻ ആണ് അല്ലേ? 0 ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? H2O ആഡ് ചെയ്തു, വാട്ടർ ആഡ് ചെയ്തു. ഇനി ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിരിക്കും. ഓക്സിജനും ഹൈഡ്രജനും ചാർജും ബാലൻസ് ആയി കഴിഞ്ഞാൽ റെഡി. ഇപ്പോൾ ചാർജ് ബാലൻസ് ആക്കി, ഹൈഡ്രജൻ ബാലൻസ് ആക്കി. ഇനി ഓക്സിജൻ ബാലൻസ്ഡ് ആണോ നോക്കൂ. ജസ്റ്റ് ഓക്സിജൻ ചെക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ എത്രയാണ്? 8ഉം 9ഉം 9 ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇവിടെ 9 ഓക്സിജൻ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എത്ര ഓക്സിജനാണ്? 4 പ്ലസ് അല്ലേ? 4 പ്ലസ് 3 പ്ലസ് 2. ഇവിടെയും എന്ത് ചെയ്തു? 9 ഓക്സിജൻ ഉണ്ട്. സോ അവർ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. ബേസിക് മീഡിയം ടഫ് അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾ ചാർജ് ബാലൻസ് ചെയ്യുക, പിന്നെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്സിജൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതേമാതിരി നമുക്ക് നോക്കാനുള്ള അടുത്ത മെത്തേഡാണ് അയൺ ഇലക്ട്രോൺ മെത്തേഡ്. ഈ അയൺ ഇലക്ട്രോൺ മെത്തേഡ് സെയിം മെത്തേഡാണ്. ആദ്യം നമ്മൾ റിയാക്ടൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും കറക്റ്റ് എന്ത് ചെയ്യും? ഫോർമുലാസ് ചെയ്തുക. അത് കഴിഞ്ഞിട്ട് ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക. ആർക്കൊക്കെ ഓക്സിഡേഷനും റിഡക്ഷനും അണ്ടർഗോ ചെയ്യുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്ന ആളുകളെയും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ആളുകളെയും 2 ഹാഫ് റിയാക്ഷൻ സൈസ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ആയിട്ട് ഇതാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വി മസ്റ്റ് ഇക്വലൈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ ബോത്ത് റിയാക്ഷൻസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അവരെ രണ്ടുപേരും ഇക്വലൈസ് ചെയ്തതിന് ശേഷം ആഡ് ദം അങ്ങനെ അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോളോ ദ സെയിം സ്റ്റെപ്സ് ഇൻ അസിഡിക് ആൻഡ് ബേസിക് മീഡിയം ആസ് ഇൻ എന്ത്? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡത്തെ സെയിം മെത്തേഡ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫോളോ ചെയ്ത് പോകാം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ അയൺ ഇലക്ട്രോൺ മെത്തേഡ് നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ ഇവിടെ നോക്കുക. സിമ്പിളായ എക്സാമ്പിൾ ഇവിടെ നോക്കൂ. Cr2O7 2 മൈനസ് പ്ലസ് Fe2 പ്ലസ് ഗിവ്സ് എന്താണ്? Cr3 പ്ലസ് പ്ലസ് Fe3 പ്ലസ് ആണ് അല്ലേ? ദിസ് ഈസ് ഇൻ അസിഡിക് മീഡിയം. ഓക്കെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എവിടെയാണ്? അസിഡിക് മീഡിയത്തിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇവർക്ക് ഓക്സിഡേഷൻ നമ്പേഴ്സ് അസൈൻ ചെയ്യുക. ദറ്റ് ഈസ് ഇവിടെ തന്നെ അസൈൻ ചെയ്യുകയാണ്. ഇവർക്ക് +6 ആണ്, ഇയാൾക്ക് +2 ആണ്, ഇയാൾക്ക് +3 ആണ്, ഇയാൾക്ക് +3 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാനായിട്ട് +6 +3 പോയിട്ടുണ്ട്. സോ ദിസ് ഈസ് റിഡക്ഷൻ. +2 +3 പോലും ദിസ് ഈസ് ഓക്സിഡേഷൻ. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും Fe2+ എന്തായി മാറിയിട്ടുണ്ട് അല്ലേ? Fe2+ എന്തായി മാറിയിട്ടുണ്ട്? Fe3+ ആയി മാറിയിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ലൂസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി നമുക്ക് എന്ത് പറയാൻ പറ്റും? റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ നമ്മളിവിടെ പറയുമ്പോൾ നമുക്ക് പറയാൻ Cr2O7 2 മൈനസ് അല്ലേ? എന്തായി മാറിയിട്ടുണ്ട്? Cr3+ ആയി മാറിയിട്ടുണ്ട്. +6 നിന്ന് +3 പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഇയാൾ ഗെയിൻ ചെയ്യണം. ഇപ്പോൾ 2 ക്രോമ ഉള്ളതുകൊണ്ട് 2 ക്രോമ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? 6 ഇലക്ട്രോൺ ഇയാൾ ഗെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണ് ലൂസ് ചെയ്തു, ഇവിടെ 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. സോ വി മസ്റ്റ് ഇക്വലൈസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രോൺസ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? 6 മൾട്ടിപ്ലൈ ചെയ്യണം. 6 മൾട്ടിപ്ലൈ 6 Fe2+ gives 6 Fe3+ plus 6 ഇലക്ട്രോൺസ് ആകും. അപ്പോൾ ഈ 2 റിയാക്ഷൻസിനെയും ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 Fe2+ Cr2O7 2 മൈനസ് ഗിവ്സ് 6 Fe3+ 2 Cr3+. അപ്പോൾ എല്ലാവരും ബാലൻസ് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് എന്താ? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് അസിഡിക് മീഡിയം ആണ് നമുക്കറിയാം. അസിഡിക് മീഡിയം ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി മസ്റ്റ് ബാലൻസ് എന്താണ്? ഓക്സിജനെ ബാലൻസ് ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ? ഓക്സിജനെ ബാലൻസ്. അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഇവിടെ 0 ഓക്സിജൻ അല്ലേ? 0 ഓക്സിജൻ. അപ്പോൾ നമ്മൾ 0 ഓക്സിജൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ +7 H2 ആഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 0 ഹൈഡ്രജൻ ആണുള്ളത്.
0 ഹൈഡ്രജൻ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 14H+ ആഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിക്കാരും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചാർജ് ബാലൻസ് ആയിട്ടുണ്ടോയെന്ന്. ഇവിടെ എത്ര പോസിറ്റീവാണ്, ഇവിടെ 12 പോസിറ്റീവ്, 2 നെഗറ്റീവും ഇല്ലേ, 14 പോസിറ്റീവ്. അപ്പോൾ എത്രയായി മൊത്തം ഇല്ലേ, എത്രയായി 10ഉം 24 പോസിറ്റീവ് ചാർജായി അല്ലേ, 24 പോസിറ്റീവ് ചാർജായി. ഇവിടെ എത്രയാണ്, 18 പോസിറ്റീവ് ചാർജും 6 പോസിറ്റീവ് ചാർജും ആഡ് ചെയ്താൽ എത്രയായി, 24 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇത് എന്തായിട്ടുണ്ട്, രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അല്ലേ. വളരെ എളുപ്പമുള്ള മെത്തേഡാണ് അയൺട്രോൺ മെത്തേഡ്. പക്ഷേ അയൺട്രോൺ മെത്തേഡ് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലത് എന്താ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതേമാതിരി എന്ത് ചെയ്യുക, ഒരു ബേസിക് മീഡിയത്തിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കണമെങ്കിൽ, ബേസിക് മീഡിയത്തിൽ നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇവിടെ നോക്കാം. NCERT ഉള്ള എക്സാമ്പിൾസ് തന്നെ നമുക്ക് പറയാം. കാരണം NCERT നിന്ന് നമുക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണണം. അപ്പോൾ NCERT ഉള്ള ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് നോക്കാം. ചെറിയ റിയാക്ഷൻ, ബേസിക് മീഡിയത്തിലുള്ള റിയാക്ഷൻ MnO4- പ്ലസ് I- ഗീവ്സ് എന്താണ്, MnO2+I2. ഇങ്ങനത്തെ റിയാക്ഷൻ. ഇങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യുമ്പോൾ ഇവിടെ +7 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ മാംഗനീസ് +4, അയഡിൻ 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ റിഡക്ഷൻ, ഇവിടെ എന്ത് സംഭവിച്ചു, ഓക്സിഡേഷൻ അല്ലേ. നമ്മൾ രണ്ട് ഹാഫ് സെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ആകുമ്പോൾ ഇവിടെ ഓക്സിഡേഷൻ I- എന്തായി മാറി, 2I- എന്തായി മാറി, I2 ആയി മാറി, പ്ലസ് എന്ത് ചെയ്തു, 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. ഇനി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ അല്ലേ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ പറയുമ്പോൾ എങ്ങനെ വരിക, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ പറയുമ്പോൾ ഇവിടെ റിഡക്ഷൻ എന്താ, MnO4- എന്തായി മാറി, MnO2 ആയി മാറി അല്ലേ. നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് ഫ്രം +7 to +4 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു, 3 ഇലക്ട്രോൺ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, 3 ഇലക്ട്രോൺ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. 3 ഇലക്ട്രോണ് ഗെയിൻ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ഗെയിൻ 3 ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനിൽ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടുണ്ട്, റിഡക്ഷൻ ഹാഫ് റിയാക്ഷനിൽ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണമല്ലോ. ബാലൻസ് ചെയ്യണമെങ്കിൽ മതിയാ ഇവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ *3 ചെയ്യുക, ഈ ഭാഗത്ത് *2 ചെയ്യുക. അപ്പോൾ *3 ചെയ്യുമ്പോൾ എന്താവും, 6I- അല്ലേ, 6I- ഗിവ്സ് 3I2 + 6 ഇലക്ട്രോൺസ് ആകും. ഇവിടെ 2 മൾട്ടിപ്ലൈ 2MnO4- + 6 ഇലക്ട്രോൺസ് ഗിവ്സ് എന്താണ്, 2MnO2 എന്ന് വരുന്നതാണ് അല്ലേ, 2MnO2. റെഡി അല്ലേ. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ട് സ്ഥലത്തും 6 ഇലക്ട്രോൺസ്, ഒരു സ്ഥലത്ത് 6 ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ 6 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് ഇവിടെ 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഗെയിൻ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ റിയാക്ഷൻ വരും, 6I- + 2MnO4- ഗീവ്സ് എന്താണ്, 3I2 + 2MnO2 വരും അല്ലേ, 2MnO2. ഓക്കെ, അപ്പോൾ മറന്നു പോയത് ദിസ് ഈസ് ഇൻ ബേസിക് മീഡിയം. ബേസിക് മീഡിയത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഫസ്റ്റ് ചാർജ് നോക്കാം. ഇവിടെ എത്ര ചാർജ് ഉണ്ട്, 6ഉം അല്ലേ, 6 നെഗറ്റീവും 2 നെഗറ്റീവ് 8 നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ 0 ചാർജാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, എവിടെയും 8 നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ 8 OH- നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക, ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജനാണ്, ഇവിടെ 0 ഹൈഡ്രജൻ അല്ലേ, 0 ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പോൾ 8 ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4H2O ആഡ് ചെയ്താൽ മതി അല്ലേ. 4H2O ആഡ് ചെയ്താൽ മതി അല്ലേ. 4H2O നമ്മൾ ആഡ് ചെയ്ത് നോക്കിയോ അല്ലേ, 4H2O ആഡ് ചെയ്താൽ മതി. 4H2O ആഡ് ചെയ്താൽ ഓക്സിജൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്, ചെക്ക് ചെയ്യാം. 8 ഓക്സിജൻ, 8 + 4 12 ഓക്സിജൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇനി ഇവിടെ ആണെങ്കിൽ 4 + 8 12 ഓക്സിജൻ. സോ ദിസ് ഈസ് ബാലൻസ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അസിഡിക് മീഡിയം ആണെങ്കിൽ ആദ്യം ഓക്സിജൻ പിന്നെ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ H+ അല്ല, ആദ്യം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യുക, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി അസിഡിക് മീഡിയത്തിൽ H+ ആഡ് ചെയ്യുക, ചാർജ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ്. ഓക്കെ, ബേസിക് മീഡിയത്തിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, സിമ്പിൾ, ഇത്ര മാത്രമാണ്. ആദ്യം നിങ്ങൾ എല്ലാ ആറ്റത്തിനും ബാലൻസ് ചെയ്ത് ഓർപ്പിക്കുക. ചാർജ് ബാലൻസ് ചെയ്യുക ബൈ ആഡിങ് OH-, ഹൈഡ്രജൻ ബാലൻസ് ചെയ്യുക ബൈ ആഡിങ് വാട്ടർ മോളിക്യൂൾസ്, ആൻഡ് ഓക്സിജൻ ആറ്റംസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ്. എങ്ങനെയായാലും അവസാനം നിങ്ങൾ ഹൈഡ്രജനെയും ഓക്സിജനെയും ആറ്റംസ്
ഈക്വൽ ആണ് ചെക്ക് ചെയ്യണം, ചാർജും ഈക്വൽ ആണ്, ഇതെല്ലാം ഈക്വൽ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബാലൻസ്ഡ് ആവുകയുള്ളൂ നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യാൻ പറയും. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഇക്വലന്റ് കോൺസെപ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് ഇക്വലന്റ് കോൺസെപ്റ്റ്. നമുക്ക് മോൾ കോൺസെപ്റ്റിനെ ഒരു ആൾട്ടർനേറ്റ് കോൺസെപ്റ്റ് ആയിട്ടാണ് ഇക്വലന്റ് കോൺസെപ്റ്റ് പറയാം. ഇക്വലന്റ് കോൺസെപ്റ്റ് ആണെങ്കിൽ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി എളുപ്പമാകും, പക്ഷേ തെറ്റാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇക്വലന്റ് കോൺസെപ്റ്റ് പറയുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഇക്വലന്റ് വെയിറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. ഒരു ഇക്വലന്റ് വെയിറ്റ് പറയുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് ആദ്യത്തെ ഡെഫിനേഷൻ പണ്ട് കാലത്തുള്ള ഡെഫിനേഷനാണ്. ഇക്വലന്റ് വെയിറ്റ് ഓഫ് എൻ എലമെന്റ് വാസ് ഫോർമലി ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഓഫ് എലമെന്റ് വിച്ച് റിയാക്ട്സ് ഓർ ഡിസ്പ്ലേസസ് 1 gram of hydrogen or 8 gram of oxygen or 35.5 gram of oxygen from a compound. എന്ന് വെച്ചാൽ 1 gram ഹൈഡ്രജനോ അല്ലെങ്കിൽ 8 gram ഓക്സിജനോ അല്ലെങ്കിൽ 35.5 gram ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്യുന്ന ദാറ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ വിളിക്കുക ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദാറ്റ് എലമെന്റ് എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. Mg + O2 ഗിവ്സ് എന്താണ് ഗിവ്സ് MgO ആയിക്കോട്ടെ. ഇങ്ങനെ ഇവിടെ ഹാഫ് ഇടാം, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ദിസ് ഈസ് 24 gram. ഓക്സിജൻ സാധനം 32 gram അല്ലേ, ഇവിടെ 16 gram. അപ്പോൾ നമ്മൾ പറഞ്ഞു 16 gram ഓക്സിജനായിട്ടല്ല കമ്പൈൻ ചെയ്യേണ്ടത്. എത്ര ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യേണ്ടത്? 8 gram ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യാൻ ഇവിടെ എത്ര വേണം? 12 gram മെഗ്നീഷ്യം വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ ഇക്വലന്റ് മാസ് ഓഫ് മെഗ്നീഷ്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 12 gram ഈസ് ദ ഇക്വലന്റ് വെയിറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് മാസ് ഓഫ് മെഗ്നീഷ്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാം. അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം 35.5 gram ഓഫ് ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്താൽ അത് ആ ഒരു മാസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇക്വലന്റ് വെയിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു പ്രിമിറ്റീവ് ഡെഫിനിഷൻ. ഈ പ്രിമിറ്റീവ് ഡെഫിനിഷൻ നമ്മൾ പിന്നെ ഉപയോഗിക്കാതെ പിന്നെ നമ്മളത് മാറ്റി. ഇപ്പോൾ നമ്മൾ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇപ്പോൾ നമ്മൾ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ എലമെന്റ് ആകാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക കോമ്പൗണ്ട് ആകാം. അപ്പോൾ അവരുടെ അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ബൈ എൻ ഫാക്ടർ ആണ് ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയാം കേട്ടോ. ഈ എൻ ഫാക്ടർ എന്താ നമ്മൾ പഠിക്കും. ഇനി അങ്ങനെ നമ്മൾ ഇക്വലന്റ് വെയിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടെത്താൻ പറ്റും. നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടെത്താൻ എന്താ ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ നമ്പർ ഓഫ് മോൾസ് പറയാറില്ലേ? നമ്പർ ഓഫ് മോൾസ് പറയാം. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെ പറയാം? നമ്പർ ഓഫ് മോൾസ് എങ്ങനെ പറയാം? ഗിവൺ മാസ് ബൈ എന്ത് പറയും? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറയാറില്ലേ? ഓക്കെ, ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറയില്ല. അതേമാതിരി ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ആണെങ്കിൽ ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ് എന്ന് പറയും. ഇക്വലന്റ് മാസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് പഠിക്കണം? എൻ ഫാക്ടർ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് എൻ ഫാക്ടർ കണ്ടെത്തുക അല്ലെങ്കിൽ വാലൻസി ഫാക്ടർ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് അറിയണം. ഓക്കെ, നമ്മൾ സിമ്പിളായ അയോൺസ് ആണെങ്കിൽ കാറ്റയോൺ ആനിയോൺ ആണെങ്കിലും അല്ലെങ്കിൽ പോളിഅറ്റോമിക് അയോൺസ് ആയാലും അവരുടെ മുകളിലെ ചാർജ് തന്നെയാണ് അവരുടെ എൻ ഫാക്ടർ. ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ് എന്താ Al3+ അല്ലേ, അത് Fe3+. ഇങ്ങനത്തെ സിമ്പിൾ അയോൺസ് ആണെങ്കിൽ അവരുടെ മുകളിലുള്ള ചാർജ് തന്നെയാണ് എന്ത് മക്കളെ അവരുടെ എൻ ഫാക്ടർ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അതേമാതിരി ഇവരുടെ കേസിലൊക്കെ. ഇനി സാൾട്ടുകളാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓർ ടോട്ടൽ നെഗറ്റീവ് ചാർജ്. ടോട്ടൽ പോസിറ്റീവ് ചാർജ് എടുത്താലും വേണ്ടില്ല, ടോട്ടൽ നെഗറ്റീവ് ചാർജ് എടുത്താലും വേണ്ടില്ല, അതായിരിക്കും അവരുടെ എൻ ഫാക്ടർ. ഫോർ എക്സാമ്പിൾ NaCl Na പ്ലസ് അല്ലേ, Na+1 Cl-1. ഇവിടുത്തെ ടോട്ടൽ പോസിറ്റീവ് ചാർജ് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ടോട്ടൽ നെഗറ്റീവ് ചാർജ് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടുത്തെ എൻ ഫാക്ടർ, ഈ സാൾട്ടിൻ്റെ എൻ ഫാക്ടർ ചോദിച്ചാൽ അതെന്താണ്? 1 ആണ് അല്ലേ. അതേപോലെ MgCl2 ആണെങ്കിലോ ഇവിടുത്തെ ടോട്ടൽ ഇവിടെ +2 ഇവിടെ -1 വരിക, പക്ഷേ ടോട്ടൽ വരിക -2. അപ്പോൾ ഇവിടുത്തെ എൻ ഫാക്ടർ എത്ര? ഈ സാൾട്ടിന് 2 ആണ് വരിക അല്ലേ. അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്, വേറെ എക്സാമ്പിൾ നമുക്ക് ഇത് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ Al3 അല്ലേ, അലൂമിനിയം ഇത് നമുക്ക് പറയാൻ പറ്റുന്നത് അലൂമിനിയം സൾഫേറ്റ് ആയിക്കോട്ടെ അല്ലേ, Al2SO4 ത്രൈസ് അല്ലേ. അപ്പോൾ കാറ്റിയോണിൻ്റെ ചാർജ് നോക്കുമ്പോൾ ടോട്ടൽ പോസിറ്റീവ് ചാർജ് നോക്കുമ്പോൾ എത്ര വരും? ഇവിടെ +3 ആണ്, +6 വരും അല്ലേ. ഇവിടെ SO4 2- ആണ്, ഇവിടെ -6 വരും. അപ്പോൾ ഇവിടുത്തെ എൻ ഫാക്ടർ എത്ര വരിക? 6 ആണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അയോൺസിൻ്റെ കേസിൽ അങ്ങനെ വരും. സാൾട്ടിൻ്റെ കേസിലാണെങ്കിൽ ഐദർ ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓർ ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആണ് അവർ എൻ ഫാക്ടർ ആയി വരിക. ആസിഡ്സിൻ്റെ കേസിൽ എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ H+ ആണ് നമ്മൾ പറയാം കേട്ടോ. ബേസിൻ്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH- ആണ് എൻ ഫാക്ടർ ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ HCl ആണെങ്കിൽ എൻ ഫാക്ടർ 1 ആണ്, H2SO4 ആണെങ്കിൽ എൻ ഫാക്ടർ എന്താണ്? 2 ആണ്, H3PO4 ആണെങ്കിൽ എൻ ഫാക്ടർ എന്താണ്? 3 ആണെന്നൊക്കെ പറയും. ഓക്കെ, ഇനി ശരിക്കും സ്ട്രക്ചർ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ എൻ ഫാക്ടർ. ഇപ്പം H3PO4 ആണെങ്കിൽ എന്ത് ചെയ്യാം?
മൂന്ന് റീപ്ലേസിബിൾ H3PO4 ആണെങ്കിൽ എന്ത് ചെയ്യുക, 3 റീപ്ലേസിബിൾ H+ ഉണ്ട്. ഇനി H3PO3 ഒക്കെ ആണെങ്കിലോ, H3PO3 ആണെങ്കിൽ അവർ എൻ ഫാക്ടർ ഇവിടെ നോക്കിയിട്ട് നേരെ 3 എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഈസ് എന്താണ്, ഇറ്റ് ഈസ് 2 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് പറയുക. ദാറ്റ് ഈസ് ഇവിടെ സ്ട്രക്ചർ വരുമ്പോൾ ഫോസ്ഫറസ് ഡബിൾ ബോണ്ട് O അല്ലേ, OH ഇങ്ങനെ വരിക അല്ലേ. അപ്പോൾ ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റും H3PO3 കേസിൽ 2 റീപ്ലേസിബിൾ അല്ലേ. ഇവിടുത്തെ OH ഈ H മാത്രമേ H+ ആയി റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ H3PO3 എൻ ഫാക്ടർ എന്താ വരിക, 2 ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ചെക്ക് ചെയ്യണം. അതേപോലെ നമ്മൾ ബേസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, NaOH ആണെങ്കിൽ അവരുടെ എൻ ഫാക്ടർ എന്താ വരിക, 1 വരും. CaOH ആണെങ്കിൽ അവരുടെ എൻ ഫാക്ടർ എന്ത് വരും, 2 ഒക്കെ വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ. അതേപോലെ ഈ ആസിഡ് ബേസ് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അല്ലേ, ആസിഡ് ബേസ് റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുക, ആസിഡ് ബേസ് റിയാക്ഷൻ മേ കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് റീപ്ലേസിബിൾ H+ or OH- ദാൻ ആക്ച്വലി റീപ്ലേസ് ഇൻ റിയാക്ഷൻ എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒന്നിലേറെ എന്ത് ചെയ്യാം, H+കളും OH- ഒക്കെ ഉണ്ടാകും, പക്ഷെ ഫുള്ള് റീപ്ലേസ് ചെയ്യണം നിർബന്ധമില്ല എന്നൊക്കെ പറയും. ഓക്കെ, നിർബന്ധമില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നോക്കൂ, H2SO4 സൾഫ്യൂരിക് ആസിഡിന് എൻ ഫാക്ടർ ചോദിച്ചാൽ നിങ്ങൾ 2 ആണെന്ന് പറയും അല്ലേ, 2 എന്ന് പറയും. പക്ഷേ 2 ആണെന്ന് വെച്ചാൽ നമുക്ക് H2SO4 മാത്രം ചോദിച്ചാൽ 2 ആണ്. പക്ഷേ റിയാക്ഷൻ ചോദിച്ചിട്ട് എൻ ഫാക്ടർ ചോദിച്ചാൽ അത് ഉറപ്പിച്ച് 2 ആണ് പറയാം. റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എൻ ഫാക്ടർ മാറും. ഫോർ എക്സാമ്പിൾ H2SO4 എന്ത് ചെയ്തു, NaOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഇതിൽ Na2SO4 സോഡിയം സൾഫേറ്റ് ഉണ്ടാകുക, പക്ഷേ ഇങ്ങനെ ഉണ്ടാകാം. ദാറ്റ് ഈസ് എന്താ, ഇങ്ങനത്തെ അല്ലേ, NaHSO4 പ്ലസ് H2 ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു H+ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, റിപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ H2SO4 എൻ ഫാക്ടർ ഇവിടെ എത്രയാണ്, ഇവിടെ 2 അല്ല, അവിടെ എന്താണ്, 1 ആണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിയാക്ഷൻ. ഓക്കെ, 2 H+ റിലീസ് ചെയ്താൽ 2 ആണ്, ഒരു H+ റിലീസ് ചെയ്താൽ 1 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ആസിഡ് ബേസ് റിയാക്ഷൻ മേ കണ്ടെയ്ൻ മോർ നമ്പർ ഓഫ് റീപ്ലേസിബിൾ H+ or OH- ആക്ച്വലി റീപ്ലേസ് ഇൻ ദ റിയാക്ഷൻ. ഇവിടെ 2 H+ റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഒരു H+ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് എൻ ഫാക്ടർ ഈ റിയാക്ഷനിൽ 1 ആണ്. അല്ലാതെ ജനറലി ചോദിച്ചാൽ നമ്മളത് 2 ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക, റിഡോക്സ് റിയാക്ഷൻ്റെ കേസിൽ എൻ ഫാക്ടർ പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഓർ ലോസ്റ്റ് ബൈ ദ സബ്സ്റ്റൻസ് ബൈ സ്റ്റോയിഷ്യോമെട്രിക് കോയിഫിഷ്യൻ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, നിങ്ങൾക്കൊരു ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് നോക്കുക, ബൈ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോയിഫിഷ്യൻ എഴുതിയാൽ മതി. അതാണ് നമ്മളെ റിഡോക്സ് റിയാക്ഷന് എൻ ഫാക്ടർ ആയിട്ട് വരാറുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കി അങ്ങ് കിട്ടുന്നതാണ്. ഇനി ഇതേമാതിരി ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞ സംഭവമാണ് നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാരിറ്റി പറയാറുണ്ട്, അതേമാതിരി നോർമാലിറ്റി പറയാറുണ്ട്. നോർമാലിറ്റി ഓഫ് സൊല്യൂഷൻ പറഞ്ഞാൽ, നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ, നമ്പർ ഓഫ് ഇക്വിവാലൻസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് ഇക്വിവാലൻസ് ഓഫ് സൊല്യൂട്ട് ബൈ എന്താണ്, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് എന്നാണ് പറയാം അല്ലേ, ലിറ്റേഴ്സ് എന്ന് പറയാം. നമ്മൾ സാധാരണ മൊളാരിറ്റി എന്ന് പറയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ പറയല്ലേ. ഇവിടെ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ആണ്. നമ്പർ ഓഫ് ഇക്വലൻസ് കണ്ടെത്താനുള്ള രീതിയാണ് ഗിവൺ മാസ് ബൈ ഇക്വലന്റ് മാസ്. അതാണ് ഇവിടെ ഇവർ മാർക്ക് ചെയ്തത് അല്ലേ, അത് വെച്ച് പറയാൻ പറ്റും. ഇനി അതേമാതിരി തന്നെ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഒരു റിലേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് എന്താ, മൊളാരിറ്റി ഇൻറ്റു എന്താണ്, വാലൻസി ഫാക്ടർ അല്ലെങ്കിൽ എൻ ഫാക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ജസ്റ്റ് എന്ത് ചെയ്യാം, മൊളാരിറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ പറയും എന്താ, 1 മോളാർ H2SO4 ഈസ് എന്താ 2 നോർമൽ H2SO4 എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നോർമാലിറ്റി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ നമ്പർ ഓഫ് ഇക്വലൻസ് ഒക്കെ എന്ത് ചെയ്യും, റിയാക്ഷൻ അനുസരിച്ച് മാറും. തൊട്ട് നമ്മൾ കണ്ടു അല്ലേ. സോ അത് വളരെ കെയർഫുൾ ആണ്. അതുകൊണ്ട് നോർമാലിറ്റി എന്ത് ചെയ്യും, റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ മൊളാരിറ്റി എന്ത് ചെയ്യും, റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഇസ് നോർമാലിറ്റി ഓഫ് എനി സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ റിയാക്ഷൻ വൈൽ മൊളാരിറ്റി ഡസ് നോട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡി അല്ലേ. ഇനി അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇക്വിവാലന്റ് അളവിൽ റിയാക്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ 1 ഇക്വലന്റ് അല്ലേ, AA പ്ലസ്, ഇവിടെ നോക്കാം ഈ റിയാക്ഷൻ നോക്കാം, AA പ്ലസ് BB ഗിവ്സ് എന്താണ്, MM പ്ലസ് N ആണെങ്കിൽ 1 ഇക്വലന്റ് ഓഫ് A കമ്പൈൻസ് വിത്ത് 1 ഇക്വലന്റ് ഓഫ് B ഗിവ്സ് to give 1 equivalent of M and 1 equivalent of N എന്നൊക്കെ പറയാൻ പറ്റും. അതേമാതിരി 10 equivalent of A 10 equivalent of B ആയിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. അത് എന്ത് തരാൻ, 10 equivalent of M 10 equivalent of N തരാൻ വേണ്ടി റിയാക്ട് ചെയ്യുമെന്നൊക്കെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ ഏത് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാൻ പറ്റും, അതായത്
equivalence of A will be equal to equivalence of B will be equal to equivalence of M will be equal to equivalence of N എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വലൻസ് എന്ന് പറയാം. ഇത് വെച്ച് നമുക്ക് റിയാക്ഷൻസ് വളരെ എളുപ്പത്തിൽ ബാലൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, അൺനോൺ മാസ് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എൻ ഫാക്ടർ ശരിക്കും എന്ത് ചെയ്യുക, ഇറ്റ് കീപ്സ് ഓൺ ഡിപ്പെൻഡിങ് അപ്പോൾ റിയാക്ഷൻ മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ തെറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു യൂസ് വിത്ത് എക്സ്ട്രീം കോഷൻ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് വി ഷുഡ് ഹാവ് എ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ഓർഡർ ടു അപ്ലൈ ദി ഇക്വലന്റ് കോൺസെപ്റ്റ്. അത് രണ്ടുമാണ് ഇതിനെ ഡീമെറിറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് സാധാരണ ഈ പറഞ്ഞ ചെറിയ ഒരു ടോപ്പിക്കാണ് ടൈട്രേഷൻ. ടൈട്രേഷൻ പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒരു അൺനോൺ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ടൈട്രേഷൻ ബൈ യൂസിങ് എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൊല്യൂഷനെ കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തിട്ട് അൺനോൺ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ കണ്ടെത്തുന്ന ടെക്നിക്കാണ് ടൈട്രേഷൻ എന്ന് പറഞ്ഞത്. അത് ആസിഡ് ബേസ് ടൈട്രേഷൻ, റിഡോക്സ് ടൈട്രേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ റിഡോക്സ് ടൈട്രേഷൻ ആണ് നമ്മൾ സാധാരണ പറയുക. റിഡോക്സ് ടൈട്രേഷൻ എത്തുമ്പോൾ ഒന്നുമില്ല, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂഷൻ 1 വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സൊല്യൂഷൻ 2. ദാറ്റ് ഈസ് അവിടെ എത്തുമ്പോൾ സംഭവിക്കും N1 V1 ഈക്വൽ ടു N2 V2 എത്തും. നമ്പർ ഓഫ് ഇക്വലൻസ് ഈക്വൽ ആകും. അല്ലെങ്കിൽ എന്താ, N1 ഇൻറ്റു എന്ത് പറയാൻ പറ്റും, N1 പകരം എന്ത് പറയാൻ പറ്റും, N1 M1 അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റുമോ, N1 V1 ഈസ് ഈക്വൽ ടു N2 V2 എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിന് പകരം ഇങ്ങനെയും പറയാൻ പറ്റും. നോർമാലിറ്റി പകരം എന്ത് ചെയ്യുക, മൊളാരിറ്റി ഇൻറ്റു ബാലൻസി ഫാക്ടർ വെച്ചാൽ ഇങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. N1 M1 V1 ഈക്വൽ ടു N2 M2 V2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇക്വലൻസ് പോയിന്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ നീറ്റ് 2024 ക്വസ്റ്റ്യൻ ആണ്, വിച്ച് റിയാക്ഷൻ ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ. ഇതിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തതെന്ന്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ആവണമെങ്കിൽ എന്താ ഞാൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ റിയാക്റ്റൻ സൈഡിലോ പ്രൊഡക്റ്റ് സൈഡിലോ എലമെൻ്റൽ ഫോം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ മൂന്നാമത്തെ റിയാക്ഷൻ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ നോക്കും, രണ്ടാമത്തെ റിയാക്ഷനിൽ ഇവിടെ സിങ്ക് 0 ആണ് അല്ലേ. That is second reaction നമ്മൾ നോക്കുമ്പോൾ Zn plus CuSO4 gives ZnSO4 plus Cu will ഇവിടെ സിങ്കിൻ്റെ ഇവിടെ 0 ഉള്ളത് എന്തായി +2 ആയി. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഇത് പറ്റില്ല. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, KClO3 2KClO3 plus I2 gives എന്താണ് 2KiO3 പ്ലസ് Cl2. ഈ റിയാക്ഷൻ പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, അയോഡിൻ 0 എലമെൻ്റൽ ഫോം ഇനി ഇവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു +5 അപ്പോൾ അതും എന്താ റിഡോക്സ് റിയാക്ഷനാണ്, പറയാൻ പറ്റില്ല. ഇനി നാലാമത്തത് H2 plus Cl2 gives 2HCl അല്ലേ. അപ്പോൾ ഇവിടെ 0 0 +1 -1 അപ്പോൾ അതെന്താ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഏത് എന്നതാണ് ഈ കൊല്ലത്തെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അത് ഏത് റിയാക്ഷൻ ആവുക, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് BaCl2 plus Na2SO4 gives ഏതാണ് BaSO4 plus 2NaCl. ഓർക്കണം, ഈ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ബേരിയത്തിന് +2 ആണ്, ഇവിടെയും +2 ആണ് അല്ലേ. ക്ലോറിൻ്റെ -1 ആണ്, ഇവിടെയും -1 ആണ്. സോഡിയത്തിന് +1 ആണ്, ഇവിടെയും +1 ആണ്. സൾഫേറ്റ് ഹോളായി എടുത്താൽ ഇവിടെ -2 ആണ്, ഇവിടെയും സൾഫേറ്റ് -2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ ഏത് ആൻസർ വരിക, ഫസ്റ്റ് വൺ ആണ് നമുക്ക് ആൻസർ വരിക. ഓർത്ത് വെക്കണം, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് എന്താ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിലെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ അതെന്താ, ഇറ്റ് ഈസ് നോട്ട് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതൊരു ഷോർട്ട് കട്ടാണ്, അത് ഓർത്ത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൺ ബാലൻസിങ് ദ ഗിവൻ റിഡോക്സ് റിയാക്ഷൻ. നമുക്ക് നീറ്റ് NCERT എക്സാമ്പിൾ ആണ് 2023 ചോദിച്ചത്. ഈ റിയാക്ഷൻ തന്നിട്ട് നമ്മൾ അതിന് കോയിഫിഷ്യൻസ് പറയണം അല്ലേ. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉള്ളത്, Cr2O7 2- plus SO3 2- plus H+ ഉണ്ട്, ഗീവ്സ് എന്താണ് Cr3 plus SO4 2- ഉണ്ട് അല്ലേ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ നമ്പേഴ്സ് കണ്ടെത്താം. ക്രോമിയത്തിൻ്റെ +6 ആണ്, ഇവിടെ ക്രോമിയത്തിൻ്റെ +3 ആണ്, ഇവിടെ സൾഫറിന് +4 ആണ്, ഇവിടെ സൾഫറിന് എന്താണ് +6 ആണ്. സോ ദർ വിൽ ബി ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയാണ്, നമുക്ക് അല്ലേ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ചെയ്താൽ അല്ലേ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ ക്രോമിയം എത്രയാണ്, 6 3 പോയി, അപ്പോൾ 2 ക്രോമിയം ഉണ്ട്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 6 ആണ്. ഇവിടെ ആണെങ്കിലോ
ഇവിടെ +4 നിന്ന് +6 പോയി. ദറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എന്താണ് ബൈ 2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക 3 മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി മസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് അല്ലേ, ഈ ഭാഗം 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 ആയി. ഇനി നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇത് അസിഡിക് മീഡിയമാണ്, കാരണം H+ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എവിടെയുള്ളൂ, അസിഡിക് മീഡിയത്തിലെ ആക്ട് ചെയ്യുള്ളൂ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് നോക്കാം. ഇവിടെ 7 + 9 16 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉള്ളത് 12 ഓക്സിജൻ ഉള്ളത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണം. നമ്മളത് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള എന്ത് ആഡ് ചെയ്യണം 4H2 ആഡ് ചെയ്യണം. 4H2 ആഡ് ചെയ്യണം. അസിഡിക് മീഡിയ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഹൈഡ്രജൻ ഇവിടെ 0 ഹൈഡ്രജൻ ആണ് അല്ലേ, 8 ഹൈഡ്രജൻ ആണ്. ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. സോ വിൽ ബി ആഡിങ് ഹിയർ 8H+. ലാസ്റ്റ് ചാർജ് ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നോക്കാം. 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, 6 നെഗറ്റീവ് ചാർജ് ഉണ്ട്, 8 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഹോൾ എന്താണ് 0 വരും. ഇവിടെ ക്രോമിയം 2 ക്രോമിയം ഉണ്ട് അല്ലേ, 2 ക്രോമിയം. അപ്പോൾ 6 പോസിറ്റീവ് ചാർജും 6 നെഗറ്റീവ് ചാർജും ഇവിടെ എന്ത് വരും 0. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. ഓക്കെ, ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കണം, ഇതിൽ ABC ആണ് ചോദിച്ചത് അല്ലേ, ABC. അപ്പോൾ A 1 ആണ്, ഇതാണ് A. B എന്താണ് 3 ആണ്. C എന്താണ് അല്ലേ 8 ആണ്. അപ്പോൾ 1 3 8 എന്ന് വരുന്ന ഒരു ആൻസർ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ദ ഓപ്ഷൻ ഈസ് 4th വൺ അല്ലേ, 1 3 8 എന്ന് വരുന്നത് ഏതാണ്, 4th ഓപ്ഷൻ ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം KMnO4 ഓക്സിഡൈസസ് അയോഡിൻ into iodate. The change in oxidation state of manganese in this reaction is. Okay, അപ്പോൾ KMnO4 സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയത്തിൽ എങ്ങോട്ടാണ് മാറുക എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം KMnO4 എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇയാൾ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ എങ്ങോട്ട് മാറും, Mn+2 സ്റ്റേറ്റിലോട്ട് മാറും. ഇയാൾ ബേസിക് മീഡിയത്തിലാണെങ്കിൽ എങ്ങോട്ട് മാറും, ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ഇൻ ടു MnO4 2- ദാറ്റ് ഈസ് ഏതാ വരിക -8 +6 ഓക്സിഡേഷൻ നമ്പർ വരിക. അതല്ലെങ്കിൽ ന്യൂട്രൽ ഓർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ ഇയാൾ ഏത് സ്റ്റേറ്റ് പോകുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് MnO2 ആൻഡ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഹിയർ ഏതാണ് +4 ആണ് അല്ലേ, +4 എന്ന് വെച്ചാൽ നമുക്ക് ഈ റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. KMnO4 അയോഡിൻ റിയാക്ട് ചെയ്താൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു MnO2 + IO3- ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ +7 എന്ന സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകും, +4 എന്ന സ്റ്റേറ്റിലോട്ടാണ് പോവുക. +7 +4 പോകുന്ന ഓപ്ഷൻ ഏതാ, ഇറ്റ് ഈസ് A ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ KMnO4 ആസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ന്യൂട്രൽ മീഡിയത്തിലും ഒക്കെ എന്തുണ്ട്, ഓക്സിഡൈസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഡി ബ്ലോക്കിൽ പഠിക്കും. ഓക്കെ, റെഡി അല്ലേ. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണെങ്കിൽ അസിഡിക് മീഡിയത്തിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ഡൈക്രോമേറ്റ് Cr2O7 എങ്ങോട്ടായി മാറും, Cr3+ ആയി മാറുന്നതാണ്. റെഡി അല്ലേ. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ദ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഏതാ ചോദിക്കുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഈ B ഓപ്ഷൻ അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അപ്പോൾ B പറ്റില്ല. C ഓപ്ഷൻ അത് പറ്റുമോ, അതും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ AO DO ചാൻസ് ഉള്ളൂ അല്ലേ. അപ്പോൾ അതിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് റിയാക്ഷൻ Fe+2 HCl ഗിവ്സ് എന്താണ് FeCl2 + H2 എന്ന് വെച്ചാൽ ഈ അയൺ ഇവിടെ ഉള്ള ഹൈഡ്രജനാണ് റീപ്ലേസ് ചെയ്യണത്, ഒരു നോൺ മെറ്റലിനെ റീപ്ലേസ് ചെയ്യണത്. സോ A ഓപ്ഷൻ ഈസ് എന്താണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഇത് പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ആയ അല്ലേ, ലാസ്റ്റത്തെ ആൻസർ ഏതാ വരിക, D ഓപ്ഷൻ ആണ് വരിക. D ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും Cr2O3 + 2Al ഗിവ്സ് എന്താണ് Al2O3 + 2Cr. That is aluminum is displacing chromium. So it is displacing a metal. So this is metal displacement reaction. So നമ്മുടെ ആൻസർ ഏതാ വരിക, നമ്മുടെ ആൻസർ വരിക D ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന ചോദ്യം അല്ലേ. അപ്പോൾ കാർബൺ ഇവിടെ CH4 നിന്ന് എങ്ങോട്ട് പോയി, CCl4 പോയി അല്ലേ. നമുക്കറിയാം CH4 എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണഗതിയിൽ +1 ആണ് കാർബൺ അല്ലേ, ഹൈഡ്രജൻ വരിക. +1 ആണെങ്കിൽ +1 +4 വന്ന് അപ്പോൾ കാർബൺ എന്തായി -4 ആയി. ഇവിടെ -1 ആണ് ക്ലോറിൻ, ഇവിടെ -4 ഉണ്ട്, ന്യൂട്രൽ ആൻഡ് +4. സോ ദ ചേഞ്ച് ഈസ് ഫ്രം -4 to +4 ആണ് ചേഞ്ച് വരിക അല്ലേ. ദിസ് -4 to +4 ഇൻ ദ ഓപ്ഷൻ ഈസ് C എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത നോക്കാം, വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Na2
CR അല്ലേ Na2Cr2O7 ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ അല്ലേ. ഇവിടെ +1 ആണ്, ഇവിടെ +2 വരും, ഇവിടെ -2 ആണ്, ഇവിടെ -40 വരും, ഇവിടെ അപ്പം എന്ത് വരും +12 വരും. 2 ക്രോമിയത്തിലാണ് +12, ഒരു ക്രോമിയത്തിൽ എന്ത് വരും +6 എന്ന് വരും. സിമിലർ ടു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലേ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പതി സോഡിയം ഡൈക്രോമേറ്റിൽ എന്താ വരിക 6 ആണ് വരിക. സോ ദ ആൻസർ ഈസ് +6, ബി ഓപ്ഷൻ ആണ് വരിക. റെഡി അല്ലേ. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത് നോക്കാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CrO5. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. CrO5ലെ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോക്കിയാൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ഇവിടെ -2 -10 ക്രോമിയത്തിന് +10 എന്ന് അറിയാതെ പറഞ്ഞു പോകും. ഓർക്കണം, ക്രോമിയത്തിന് മാക്സിമം ഓക്സിഡേഷൻ നമ്പർ +10 ഒന്നും പോസിബിൾ അല്ല, +6 ആണ്. കാരണം ക്രോമിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ്, നമുക്ക് ലാസ്റ്റ് അല്ലേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പറയുമ്പോൾ 4s1 3d5 അല്ലേ. 4s1 3d5 എന്ന് വെച്ചാൽ ഇവർക്ക് മാക്സിമം ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് 6 ഇലക്ട്രോൺസ് ആണ് ലൂസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ എത്ര +6 വരാൻ പാടുള്ളൂ. സോ എന്തോ ഒരു പ്രശ്നമുണ്ട്. CrO5 നമ്മൾ പഠിക്കുമ്പോൾ സ്ട്രക്ചർ നോക്കണം. ഈ CrO5 പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും Cr ഡബിൾ ബോണ്ട് O ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണാൻ പറ്റുക. ഇറ്റ് ഈസ് എ ബട്ടർഫ്ലൈ സ്ട്രക്ചർ, ബ്ലൂ ബട്ടർഫ്ലൈ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ സ്ട്രക്ചർ വരുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ 2 ബോണ്ട് അവിടെ -2, ഇവിടെ +2 അല്ലേ. ഇവിടെ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ -1 +1, ഇവിടെ വരുമ്പോൾ -1 +1, ഇവിടെ വരുമ്പോൾ -1 +1, ഇവിടെ -1 +1. അപ്പോൾ എത്രയായി നമുക്ക് കാണാം അല്ലേ, എത്ര ചാർജ്. സോ ദ എൻ്റയർ ചാർജ് കൂട്ടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ വരിക എത്രയാണ് +6 ആണ് വരിക അല്ലേ. ഇപ്പോൾ CrO5ൽ ബ്ലൂ ബട്ടർഫ്ലൈ സ്ട്രക്ചറിലെ CrO5യുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട ക്രോമിയത്തിന് ഇവിടെ മാക്സിമം ഓക്സിഡേഷൻ നമ്പർ ആയ +6 ഉള്ളത്. അത് നമുക്ക് സാധാരണ റൂൾസ് ചെയ്താൽ കാണാൻ പറ്റില്ല, സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, ദ ഓപ്ഷൻ ഈസ് +6, C ആണ് വരിക. റെഡിയല്ലേ. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ആർ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആകണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പേഴ്സ് ആകണം അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചിലത് സോർട്ട് ഔട്ട് ചെയ്യാം. ഇവിടെ തേർഡ് ഓപ്ഷനിൽ +7 ആണ്, മാക്സിമം ഓക്സിഡേഷൻ നമ്പർ പറ്റില്ല. ഓക്കെ, അതൊരിക്കലും പറ്റില്ല. അതേപോലെ ഇവിടെ MnO4 മൈനസിൽ ഇവിടെയും എന്താ +7 ആണ്, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുക പറ്റില്ല. ഇനി ഈ കേസിൽ വേണം നോക്കാം. ഫസ്റ്റ് കേസിൽ ക്രോമിയം +1 സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോയി +2 ഓക്സിഡേഷനും സംഭവിച്ചു, റിഡക്ഷനും പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് പോസിബിൾ, ഫസ്റ്റ് വൺ പോസിബിൾ ആണ്. സെക്കൻഡ് വണ്ണിൽ നിങ്ങൾ നോക്കുക. സെക്കൻഡ് വൺ ആ റിയാക്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ. 3MnO4 2- +4H പ്ലസ് ഗീവ്സ് എന്താണ് MnO4 - MnO2 H2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ +6 എന്ന ഓക്സിഡേഷൻ നമ്പറിന് ഇയാൾ ഇങ്ങോട്ട് പോയി മാംഗനീസ് +7 പോയി +4 പോയി. there is oxidation and there is reduction. So 1 പറ്റും, 2 പറ്റും, 3 4 പറ്റാത്തത് അവർ ഓൾറെഡി ഇൻ മാക്സിമം ഓക്സിഡേഷൻ നമ്പറിലുള്ളത്. സോ ഇറ്റ് വിൽ നോട്ട് ഫർദർ അണ്ടർഗോ ഓക്സിഡേഷൻ. സോ ദ ആൻസർ വിൽ ബി 1 and 2. ബി ആണ് വരിക ആൻസർ ആയിട്ട്. റെഡിയല്ലേ. ഇനി അടുത്ത് Br3O8 ട്രൈബ്രോമോ ഒക്ടോ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരുന്നു. ഇറ്റ് വാസ് ബി ആണ് വരുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓർഡറിംഗ് ഓഫ് കോമ്പൗണ്ട്സ് ഈസ് അക്കോർഡിംഗ് ടു ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ. ഓക്കെ, നൈട്രജൻ ഓക്സിഡേഷൻ നമ്പർ ഓർഡേഴ്സാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ആൾ HNO3 നമുക്കറിയാം ഇവിടെ -6 +1 +5, ഇവിടെ നൈട്രജൻ്റെ +5 ആണ് വരുന്നത്. പിന്നെ NOയിൽ വരുമ്പോൾ ഇവിടെ -2 +2, ഇവിടെ ഏതാ വരുന്നത് +2 ആണ് വരുന്നത്. N2 ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ 0 ആണ് വരുന്നത്. പിന്നെ NH4Cl ആണ് വരുന്നത്. ഇവിടെ +4 -1 അല്ലേ -3 വരണം. സോ -3 വരണം. അപ്പം ഡിക്രീസിങ് ഓർഡറിൽ പറയുമ്പോൾ ആദ്യം HNO3, പിന്നെ NO, പിന്നെ N2, പിന്നെ NH4Cl ആണ് വരിക. സോ ദ ആൻസർ വിൽ ബി ഐ തിങ്ക് ഇറ്റ് ഈസ് ബി ആണ് നമുക്ക് ആൻസറായി വരിക. റെഡി അല്ലേ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു റിയാക്ഷൻ തന്നിട്ടുള്ളത് ദ കറക്റ്റ് കോയിഫിഷ്യൻ ഓഫ് ദ റിയാക്ഷൻസ് ഫോർ ദ ബാലൻസ്ഡ് റിയാക്ഷൻ. നല്ല റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കണം. ബാലൻസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ദ റിയാക്ഷൻ ഈസ് നമുക്ക് നോക്കാം. MnO4- പ്ലസ് ഓക്സിഡേറ്റ് ആണോ അല്ലേ. C2O4 2- പ്ലസ് H+ ഉണ്ട്. ഗിവ്സ് എന്താണ് Mn2+ CO2 H2O. ഇങ്ങനത്തെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻ നമ്മൾ ബാലൻസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ മാംഗനീസ് ഓക്സിഡേഷൻ നമ്പർ +7 എങ്ങോട്ട് പോയി +2 പോയി. C2O4 ഓക്സൈഡ് ആയതുകൊണ്ട് -8 +6 +3 ആണ് വരിക അല്ലേ. +3 എങ്ങോട്ട് പോയി +3 +4 പോയി. സോ ഇവിടെയുള്ള ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ +7 എങ്ങോട്ട് പോയി +7 +2 പോയി. ദറ്റ് ഈസ് ഡിക്രീസ് ഇൻ
ഓക്സിഡേഷൻ നമ്പർ ബൈ 5 ആണ്. ഇവിടെ +3 എങ്ങോട്ട് പോയി, +3 ഇവിടെ +3 +4 പോയി. പക്ഷേ 2 കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. സോ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ എന്താണ്, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ 5 ഉം 2 ഇപ്പോൾ രണ്ടും ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, *2 ചെയ്യും, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, *5 ചെയ്യും. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. ഇവിടെ 2 ചെയ്യുമ്പോൾ 2MnO4 മൈനസ് ഇല്ലേ, ഇവിടെ എന്തുണ്ടാവും, 2Mn2+ ഉണ്ടാവും. ഇവിടെ 5 അല്ലേ, 5 ചെയ്യുമ്പോൾ എന്തുണ്ടാവും, 5C2O4 2- ഉണ്ടാവും. ഇവിടെ H+ ഉണ്ട്. ഇവിടെ 5 ആകുമ്പോൾ ഇവിടെ എത്ര വരും ഇല്ലേ, ഇവിടെ 5 മൾട്ടിപ്ലൈ ഇവിടെ എന്ത് വരും, 10 അല്ലേ, 10CO2 + H2 ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെ ഇവിടെ കറക്റ്റ് MnO4- കിട്ടി, C2O4- കിട്ടി. ദാറ്റ് ഈസ് എന്താ 2,5 ആണ് വരും അല്ലേ. H+ എത്ര എണ്ണം വരും അത് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആൻസർ ഈസ് 2,5. ഓപ്ഷൻ എ വരാം. ആണെങ്കിൽ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി H+ൻ്റെ കൂടി നോക്കാം. നമുക്ക് ഹൈഡ്രജന് അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ഗതിയിൽ ഓക്സിജൻ എണ്ണം നമ്മൾ എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ വാട്ടറിനെയും ഇവിടുത്തെ H+നെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, റഫായിട്ട് ചെയ്ത് പോവാം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 8 + 20 28 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 20 ഓക്സിജൻ അല്ലേ. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ 8 H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്യണം, 16 H+ ആഡ് ചെയ്ത് പോകണം. സോ എത്രയാണ്, 16 2,5,60 നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, റെഡി ആണ് വിചാരിക്കുന്നു. റെഡിയില്ലേ. ഇനി അടുത്ത ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് എ മോഡറേറ്റ്ലി സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ഡു നോട്ട് ഷോ ഓക്സിഡൈസിങ് ബിഹേവിയർ. ഓക്കെ, ഇവർ പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസിങ് നേച്ചറുള്ള ആളാണ്, ദറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് പറഞ്ഞാൽ അയാൾ എന്ത് അണ്ടർഗോ ചെയ്യണം, റിഡക്ഷൻ അണ്ടർഗോ ചെയ്യണം. ഇറ്റ് മസ്റ്റ് അണ്ടർഗോ റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ആളെ ഓക്സിഡൈസ് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ആളായ സൾഫറിന് 0 നിന്ന് +4 ഓക്സിഡൈസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലേ. ഇവിടെ കാർബൺ തൊട്ടടുത്തുള്ള കാർബൺ 0 സ്റ്റേറ്റിൽ നിന്ന് +4 കൊണ്ടുപോയിട്ടില്ലേ. അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇവിടെ കാൽഷ്യം ഫ്ലൂറൈഡ് +2 അല്ലേ, +2 നിന്ന് +2 തന്നെ ഒന്നും ചെയ്തില്ല. ഇവിടെ ഫ്ലൂറിൻ -1 നിന്ന് -1. അപ്പോൾ ഇയാൾ ഇവിടെ എന്തല്ല, ഓക്സിഡൈസിങ് ഏജന്റ് അല്ല. ഇവിടെ കോപ്പർ ആണെങ്കിലോ 0 സ്റ്റേറ്റിൽ നിന്ന് +2 സ്റ്റേറ്റിലോട്ട്. അപ്പോൾ എന്താ അവിടെയൊക്കെ എന്ത് ചെയ്യുക, ഓക്സിഡൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി H2SO4 ഓക്സിഡൈസിങ് ഏജന്റ് ആണോ ചോദിച്ചാൽ ഒന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, റിഡക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ +6 നിന്ന് അല്ലേ +4, ദാറ്റ് ഈസ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെയും +4, ഇവിടെയും റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. +6 നിന്ന് +6 തന്നെ സൾഫർ അല്ലേ, സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസ്. അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തെന്താ, PO4 3- ഉണ്ട്, SO4 2- ഉണ്ട്, Cr2O7 2- ഉണ്ട്. ഇതിൽ ഫോസ്ഫറസിന് സൾഫറിൻ്റെ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പറാണ് ചോദ്യം. ഇവിടെ -8 വരും, +5. സോ ഫോസ്ഫറസ് ഈസ് +5 വരും. ഇവിടെ -8 വരും, ഇവിടെ +6 വരും. ഇപ്പോൾ ഇവിടെ +6 ആണ്. Cr2O7 ക്രോമിയത്തിന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്, ഇറ്റ് ഈസ് +6 എന്ന് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതാ വരിക, +5 +6 +6 ആൻഡ് ഓപ്ഷൻ ഈസ് എ ആണ് വരിക, എ ഓപ്ഷനാണ് വരിക അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വിച്ച് ദ ഫോളോയിങ് മോളിക്യൂൾസ് ക്യാൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് മസ്റ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ, റെഡ്യൂസിങ് ഏജന്റ് മസ്റ്റ് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് ദാറ്റ് സബ്സ്റ്റൻസ് മസ്റ്റ് ബി ഇൻ ഇന്റർമീഡിയറ്റ് അല്ലേ. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പർ വേണം അയാൾക്കെന്ന് പറയാം. അങ്ങനെ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ നമ്പറുള്ള ആൾക്കാർ നോക്കി, ഇവിടെ സൾഫർ -2 ആ, സൾഫർ -2 മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ അത് പറ്റുമോ, പറ്റില്ല. ഇവിടെ സൾഫർ +6 ആണ്, മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ്റില്ല. ഫ്ലോറിൻ 0 ആണ്, അത് പറ്റില്ല. H2O2 എന്നാൽ ഓക്സിജൻ ഇതിലെന്താ, H2O2ൽ ഓക്സിജൻ -1 ഇയാൾക്ക് എന്ത് ചെയ്യാം, O2 സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യാം. H2Oയിൽ പോകുമ്പോൾ -2, ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് എന്താണ് റിഡക്ഷൻ. സോ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് രണ്ടും ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് H2O2 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക.
വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമേ റിഡോക്സ് വന്നിട്ടുള്ളൂ. അതും എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാൻ വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ ഈസിയാണ്. ഇനി ഇതിൽ വരുന്ന ഇലക്ട്രോ പൊട്ടൻഷ്യൽ എന്ന ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്ത് പോവുക. സോ റിഡോക്സ് റിയാക്ഷൻ നല്ല രീതിയിൽ പഠിച്ചു പോവുക. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മളെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ 25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പല രീതിയിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു നീറ്റ് ആസ്പിരൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ക്രാഷ് ബാച്ചുകൾ നിങ്ങൾക്ക് 20th മാർച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ എയിം ചെയ്യുന്ന കീമിനാണെങ്കിൽ നിങ്ങൾ 27th മാർച്ചിൽ കീം 27th മാർച്ചിനും കീം ബാച്ച് ക്രാഷ് ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം നല്ലൊരു സ്കോർ ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ JEE റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, June 1 എന്ത് ചെയ്യും, നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി നിങ്ങൾ അനുജന്മാരോ അഞ്ചത്തിമാരോ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ +1 +2 കൂടെ തന്നെ എൻട്രൻസ് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് യൂണിവേഴ്സൽ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഉണ്ട്. ഇനി നിങ്ങൾ വേറെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 +2 ഹോളിഡേ ബാച്ചുകളുണ്ട്. ഇനി നിങ്ങൾ JEE ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ JEE ബാച്ചുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നല്ല മാർക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന 2 ഏപ്രിലിൽ യൂണിവേഴ്സൽ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നിങ്ങൾ എഴുതി നല്ല സ്കോർ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സ്കോളർഷിപ്പോട് കൂടി ഇവിടെ പഠിക്കാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.